ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ സമകാലികം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഒരു ചരിത്ര നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് 2017 ജൂലൈ 3 വിധിക്ക് ശേഷം ഓരോ ദിവസവും എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ സഭയ്ക്കുള്ളിലും പുറത്തുമുണ്ടാകും എന്ന് ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകളും സമ്മർദ്ദങ്ങളും കാരണം പലപ്പോഴും ആ വിധിയുടെ നടത്തിപ്പ് പൂർണ്ണമായി നിർവഹിക്കപ്പെടാൻ സാധിക്കാതെ വരികയും ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന ആശങ്കയോടെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥകൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളുടെ ഇടയിൽ മലങ്കര സഭയുടെ നിലപാടുകൾ 2017 ജൂലൈ 3 വിധിക്ക് ശേഷമുള്ള നിലപാടുകൾ, ഇപ്പോഴുള്ള സഭയുടെ കാഴ്ചപ്പാടുകൾ, ഇതിനെപ്പറ്റി നാം അറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ ആശങ്കകൾ, സംശയങ്ങൾ, സഭയുടെ നിലപാടുകൾ ഇതെല്ലാം നമ്മോട് സംസാരിക്കുവാൻ, പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പം ആയിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്തന്മാരിൽ ഒരാളും പ്രത്യേകിച്ച് കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനിയാൻ. സഭയുടെ കേസ് നടത്തിപ്പിൽ, ആരാധനാ കാര്യങ്ങളിൽ, സഭയുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ എല്ലാം കൃത്യമായ കാഴ്ചപ്പാടും അഭിപ്രായവുമുള്ള തിരുമേനി ഈ എപ്പിസോഡിലേക്ക് വന്നതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഏറ്റവും ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. തിരുമേനി 2017 ജൂലൈ 3 വിധിക്ക് ശേഷം പല ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ നാം കേട്ട് കഴിഞ്ഞു. പക്ഷേ ഓരോ നിമിഷവും നമ്മെ ആശങ്കപ്പെടുത്തുന്ന ചില പദങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അത് കരടുബില്ലിൻ്റെ രൂപത്തിലാകാം, റഫറൻഡം എന്ന് പറയുന്ന രീതിയിലാകാം, ഇല്ലെങ്കിൽ ഓർഡിനൻസ് എന്ന് പറയുന്ന രീതിയിലാകാം. പക്ഷേ ഇതെല്ലാം നാം പറയുമ്പോഴും 1934 ഭരണഘടന അതിനപ്പുറത്തേക്ക് മാറി ചിന്തിക്കാൻ ഒരു വിധിയിലും പറയുന്നില്ല. അങ്ങനെയെങ്കിൽ 1934 ഭരണഘടന ഇടവക പള്ളികളെ മാറ്റി നിർത്തിയുള്ള ഒരു ഭരണഘടനയല്ല. അപ്പോൾ ഇടവക പള്ളികൾക്കുള്ള അധികാരം എന്താണ്? ആ പള്ളിക്കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ടത് ആ ഇടവക്കാരല്ലേ? അങ്ങനെയാണെങ്കിൽ സഭയ്ക്ക് എന്താണ് അതിനകത്ത് റോൾ? 1934 ഭരണഘടന എന്ന് പറയുന്നത് ഒരു സ്കീമാണ്. അത് 2017 വിധിയിൽ തന്നെ പറയുന്നുണ്ട്. വേറൊരു സ്കീം സെക്ഷൻ 92 വെച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. 1934 ഭരണഘടന ഇറ്റ്സെൽഫ് ഈസ് എ സ്കീം എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മലങ്കര സഭ എന്ന് പറയുന്ന യാഥാർത്ഥ്യം അതെങ്ങനെ നടത്തണം, നടത്തപ്പെടണം, അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ എന്തായിരിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിരിക്കുന്ന നിബന്ധനകളും ചട്ടങ്ങളും നിയമങ്ങളുമെല്ലാം വ്യക്തമായി എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് 1934 കോൺസ്റ്റിറ്റ്യൂഷൻ. അത് പ്രത്യേകമായിട്ട് 2017 വിധിക്കകത്ത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 1-ാം ക്ലോസ് മുതൽ 135-ാം ക്ലോസ് വരെ ഓരോന്നും എടുത്ത് വിശദമായി പഠിച്ച് ഓരോന്നിനും മറുപടിയും അല്ലെങ്കിൽ ഓരോന്നിനെക്കുറിച്ചുള്ള വിശദീകരണവും 2017 വിധിക്കകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഇടവക പള്ളിയെക്കുറിച്ചുള്ളതായ ഭാഗം അവിടെ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഭരണഘടനയിൽ പൊതുവായ നിയമങ്ങൾ ആദ്യത്തെ ക്ലോസുകളിൽ 5 ക്ലോസുകളിൽ പറഞ്ഞതിന് ശേഷം പൊതുവായി ഇടവകയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭദ്രാസനത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഇടവക വികാരിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇടവക കൈക്കാരനെക്കുറിച്ച് പറയുന്നുണ്ട്, അൽമായക്കാരനായിരിക്കുന്നതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ഭദ്രാസനവും ഭദ്രാസന അസംബ്ലി മുതലായത്, അസോസിയേഷൻ അതേ സംബന്ധിച്ചുള്ളത്, അതുപോലെ തന്നെ പൊതുവായുള്ള പരാതികളും
അതുപോലെ പൊതുവായ സ്ഥാപനങ്ങളെക്കുറിച്ചും ഇങ്ങനെ മലങ്കര സഭയുടെ സർവ്വവിധമായ പ്രവർത്തന ശൈലികളും രീതികളും അതിന് നിയമപരമായ അതിൻ്റെ ക്രമീകരണങ്ങളും ഈ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് 1958 1995 2017 ഉണ്ടായ കോടതി വിധികളെല്ലാം മലങ്കര സഭ 1934 ഉണ്ടാക്കിയ ഭരണഘടന വാലിഡാണ്. അതനുസരിച്ച് മലങ്കര സഭ ഭരിക്കപ്പെടാൻ സർവ്വഥാ യോഗ്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം അതിനകത്ത് ഇടവക പള്ളികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇടവക പള്ളികളുടെ സ്ഥാനം എന്താണ് മലങ്കര സഭയിൽ എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് കോടതി വിധിയിലും വ്യക്തമായിട്ട് എഴുതി കറിച്ചിട്ടുള്ളതാണ്. ഇടവക പള്ളികളെല്ലാം മലങ്കര സഭയെന്ന് പറയുന്ന ട്രസ്റ്റിൻ്റെ ഓരോ യൂണിറ്റുകളാണ്. ഈ ട്രസ്റ്റ് യൂണിറ്റുകളെല്ലാം കൂടെ ചേരുന്നതാണ് മലങ്കര സഭയെന്ന് പറയുന്നത്. അതുകൊണ്ട് മലങ്കര സഭയിൽ ഓരോ ഇൻഡിവിജ്വൽ പാരീഷിനും ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഇല്ല. ഓരോന്നും സഭയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഓരോ ഇടവകയുടെയും സ്വത്തുക്കളോ ഭരണങ്ങളോ എല്ലാം മലങ്കര സഭയാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് മലങ്കര സഭയുടെ ട്രസ്റ്റ് എന്ന് പറയുന്നതിൽ അതിൻ്റെ ട്രസ്റ്റി മലങ്കര മെത്രാപ്പൊലീത്തയാണ്. ആ മലങ്കര മെത്രാപ്പൊലീത്തായുടെ സൂപ്പർവിഷനിൽ ഭരണം നടത്തുന്ന ഒരു മെത്രാന് കുറേ പള്ളികൾ വിഭജിച്ചു കൊടുത്തിട്ട് ആ പള്ളികൾ മെത്രാൻ ഭരിക്കുവാനായിട്ട് ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇടവക മെത്രാപ്പൊലീത്ത നിയമിച്ചിരിക്കുന്നതായ വികാരി ആ ഇടവകയുടെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിയാണ്. ആ ഉത്തരവാദി എന്ന് പറയുമ്പോൾ ആത്മീയമായും ലൗകികമായുള്ള എല്ലാ കാര്യങ്ങളുമായ ഇടവകയുടെ കൈക്കാരൻ എന്നുള്ള നിലയിൽ ഇടവക വികാരിയുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അതേ സമയത്ത് അതിൻ്റെ ഉൾഭരണത്തിന് വേണ്ടി ലൗകികമായ കാര്യങ്ങളുടെ ഭരണത്തിന് വേണ്ടി പൊതുയോഗം കൂടി ഇടവകാംഗങ്ങളുടെ പൊതുയോഗം ഭരണഘടനാനുസൃതമായിട്ട് കൂടി അവിടെ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് അൽമായക്കാരിൽ നിന്ന് ഒരു കൈക്കാരനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ കൈക്കാരനും ഇടവക വികാരിയും രണ്ടുപേരും കൂട്ട് കൈക്കാരന്മാരാണ്. രണ്ടുപേരും കൂടിയാണ് ഇടവകയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത്. അതിൽ വികാരിക്ക് സ്പിരിച്വൽ ആൻഡ് ടെമ്പറൽ അതോറിറ്റിയുണ്ട്. പൊതുയോഗത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതായ കൈക്കാരന് ടെമ്പറൽ കാര്യങ്ങളിലൂടെ കൈക്കാരൻ മാത്രമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ഭരിക്കപ്പെടുന്ന ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുവാൻ സഭ മെത്രാപ്പൊലീത്തായിൽ കൂടി വികാരിയിൽ കൂടി അത് നിർവഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഇടവകയുടെ സ്വത്തുക്കളെല്ലാം അത് സഭയുടേതായിത്തീരുന്നത്. ഇടവകയ്ക്കകത്ത് ആരാധന നടത്തുമ്പോൾ ഉദാഹരണമായിട്ട് ഇടവകയിലെ വരുമാനമായിട്ട് അത് ഏത് ആരാധനകൾക്കായിരുന്നാലും ഇടവകയിൽ കൊടുക്കുന്നതായ പണം മുഴുവനും അത് ഓരോ ഇടവാംഗങ്ങളും കൊടുക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ളതായിരുന്നാലും അത് സഭയുടെ പണമായി തീരുകയാണ്. പിന്നെ അത് കൂട്ടുകൈക്കാരന്മാർ അവരുടെ കൂട്ടുത്തരവാദിത്തത്തിൽ അത് ചെലവഴിക്കുകയാണ്. അത് സഭയ്ക്ക് വേണ്ടിയാണ് അവർ ചെലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഇടവകയുടെ പരിപൂർണമായിരിക്കുന്ന ട്രസ്റ്റ് പ്രോപ്പർട്ടി ട്രസ്റ്റ് ഫണ്ട് മുഴുവനും മലങ്കര സഭയുടെ ട്രസ്റ്റിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് അത് മുഴുവനും ഭരിക്കപ്പെടുന്നതും മലങ്കര സഭയാണ് ഭരിക്കുന്നത്. എന്നാൽ അത് മലങ്കര സഭ ഭരിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ പൊതുവായി പറയുമ്പോൾ അതിൻ്റെ പ്രായോഗികമായ നിലയിൽ അത് പൊതുയോഗം തിരഞ്ഞെടുത്തിരിക്കുന്ന കൈക്കാരനും സഭ നിയമിച്ചിരിക്കുന്ന കൈക്കാരനും ഇവർ കൂട്ടുത്തരവാദിത്തത്തിലാണ് നിയമിക്കുന്നത്. അതോടുകൂടി ഈ സഭയുടെ ഭരണ സംവിധാനങ്ങൾ മുഴുവനും മലങ്കര സഭയാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ആ സഭ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സഭയുടെ കീഴിലേക്ക് ഇടവക വരുന്നു എന്ന് പറയുമ്പോഴും ഈ ഇടവക പള്ളികളിലെ ഇടവക യോഗം അല്ലെങ്കിൽ പൊതുയോഗം തീരുമാനിക്കുന്ന ഒരു ഭൂരിപക്ഷ തീരുമാനത്തിന് ഇതിനെ മറികടക്കാൻ സാധിക്കുകയില്ല എന്ന് വന്നാൽ
ഈ ജനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഇടവകയുടെ ആ പാരിഷിൻ്റെ ഒരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? പാരീഷിൻ്റെ റൈറ്റ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. പാരീഷിൻ്റെ റൈറ്റ് നഷ്ടപ്പെടുന്നത് സഭയുടെ ഇംഗിതത്തിന് വിപരീതമായി ഉള്ള തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ അത് നഷ്ടപ്പെടുന്നുള്ളൂ. ഇപ്പോൾ പാരീഷിൽ ഒരു തീരുമാനം ചെയ്താൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ ഇടവക മെത്രാപ്പോലീത്തയുടെ അനുവാദം വേണം. അത് സഭയുടെ അനുവാദം എന്ന് പറയുന്നത് കൊണ്ടാണ്. എന്നാൽ അത് ആ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് അവിടെ ആവശ്യമാണോ അല്ലയോ എന്ന് ഉള്ള ഡിസ്ക്രിറ്ററി പവർ ഉപയോഗിക്കാൻ ഇടവക മെത്രാപ്പോലീത്തായി കഴിയും. അതുകൊണ്ട് അത് ഇടവക മെത്രാപ്പോലീത്തായിക്ക് ആലോചനയോടുകൂടി താൽക്കാലികമായി ആ തീരുമാനം സ്റ്റേ ചെയ്യാം. അല്ലെങ്കിൽ ആലോചനാ സമിതിയിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും ഡിസ്പ്യൂട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ആലോചനാ സമിതിയുടെ തീരുമാനത്തോടുകൂടെ അതിന് അനുവാദം കൊടുക്കാം. അല്ലെങ്കിൽ ആലോചനാ സമിതി അത് നമ്മുടെ സഭയ്ക്കോ ആ ഇടവകയ്ക്കോ ഇപ്പോൾ ഭൂഷണമല്ല എന്ന് പറഞ്ഞാൽ അത് തൽക്കാലം നിരോധിക്കാനുള്ളതായ അവകാശവും ഇടവക മെത്രാപ്പോലീത്തായിക്കുണ്ട്. അപ്പോൾ അതേ സമയത്ത് ഒരു തീരുമാനവും ഇടവക മെത്രാപ്പോലീത്ത ഇടവക പൊതുയോഗത്തെ അടിച്ചേൽപ്പിക്കുകയില്ല. ഇടവക പൊതുയോഗമാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ മെത്രാപ്പോലീത്തായുടെ അനുവാദത്തോടുകൂടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. പക്ഷേ അത് സഭയുടെ ഇംഗിതത്തിനോ ആ ഇടവകയുടെ താല്പര്യത്തിനോ ചേരുന്നതല്ല എന്ന് തോന്നിയാൽ അത് കട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നിരോധിക്കാനോ ഉള്ള അവകാശം ഇടവക മെത്രാപ്പോലീത്തായിക്കൊണ്ട്. അതുകൊണ്ട് ഇടവക മെത്രാപ്പോലീത്ത അതിന് പകരം വേറെ ഏതെങ്കിലും ഒന്ന് അവരെ ഇമ്പോസ് ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഇടവക മെത്രാപ്പോലീത്തായിക്ക് ഭരണഘടന യാതൊരു അവകാശവും നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഉൾഭരണ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു ട്രസ്റ്റി അല്ലെങ്കിൽ ഒരു കൈക്കാരനെ തിരഞ്ഞെടുത്താൽ ആ കൈക്കാരനെ തിരഞ്ഞെടുക്കുന്ന പൊതുയോഗമാണ്. ആ തിരഞ്ഞെടുക്കുന്ന കൈക്കാരൻ എന്തെങ്കിലും അപാകതകൾ കാണിച്ചാൽ ആ കൈക്കാരനെ അവിടെ നിന്ന് നീക്കാനുള്ളതായ അധികാരവും അവകാശവും ഇടവക പൊതുയോഗത്തിനുണ്ട്. പക്ഷേ ആ ഇടവക പൊതുയോഗം നീക്കിയാൽ അതിനുള്ള അംഗീകരണം കൈക്കാരൻ്റെ നിയമനം അംഗീകരിച്ച അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അംഗീകരിച്ചതായ മെത്രാപ്പൊലീത്ത തന്നെ അത് ആ നിരോധനം അല്ലെങ്കിൽ അവർ ആ ആളിനെ പുറത്താക്കിയത് അംഗീകരിക്കണം. അതിനുശേഷം ഇടവക മെത്രാപ്പൊലീത്ത പുതിയ ഒരു കൈക്കാരനെ തിരഞ്ഞെടുക്കുവാനായിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കും. ആ നിർദ്ദേശം കൊടുത്ത് വീണ്ടും ഇടവക പൊതുയോഗം തന്നെ കൈക്കാരനെ തിരഞ്ഞെടുക്കും. അതായത് ഞാൻ വ്യക്തമാക്കാൻ ശ്രമിച്ചത് ഇടവക പൊതുയോഗത്തിൻ്റെ റൈറ്റാണ് ഒരു ഇടവക കൈക്കാരനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇടവക കൈക്കാരൻ തിരഞ്ഞെടുക്കപ്പെട്ട കൈക്കാരൻ പൊതുയോഗം മാറ്റിക്കഴിഞ്ഞാൽ ഒരു കൈക്കാരനെ ഇടവകയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നിയമിക്കാനുള്ള അവകാശമോ അധികാരമോ ഇടവക മെത്രാപ്പൊലീത്തായിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇടവക പൊതുയോഗത്തിൻ്റെ റൈറ്റ് ഇടവക മെത്രാപ്പൊലീത്ത കവർന്നു കളയുന്നില്ല. എന്നാൽ ആ റൈറ്റ് സഭയുടെ ഇൻട്രസ്റ്റിന് വിപരീതമായാൽ അതിനെ നിരോധിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് മാത്രം. അത് സഭയുടെയോ ആ ഇടവകയുടെയോ ഭാവിക്കും നന്മയ്ക്കും ഇടവകക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതായ ചുമതല ഇടവക മെത്രാപ്പൊലീത്തായിക്കൊണ്ട്. അത് വരുന്നില്ല എങ്കിൽ അതിനെ നിരോധിക്കും. അതാണെന്നുണ്ടെങ്കിൽ ഇടവക മെത്രാപ്പൊലീത്ത അതിന് അനുവാദം കൊടുക്കും. ഈ റൈറ്റ് പറയുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് 1958 വിധിയിലൂടെ നമ്മൾ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഒന്നായി തീർന്നു. 71 കഴിയുമ്പോൾ മുതൽ ഒരു ചെറിയ അസ്വാരസ്യം ഉണ്ടാകുന്നു. 74 ആകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും വിഭജിക്കപ്പെടുന്നു വീണ്ടും, അല്ലെങ്കിൽ ഒരു വിഭജനം ഉണ്ടാകുന്നു. ആ വിഭജനത്തിൻ്റെ ഇടയിൽ കുറേ ആളുകൾ അല്ലെങ്കിൽ ഈ സഭകളെല്ലാം ഈ ഇടവകളെല്ലാം ഒന്നിച്ച് ഒരൊറ്റ സഭയുടെ കീഴിലേക്ക് വന്നു കഴിഞ്ഞ് ആ വന്ന പള്ളികളിൽ തിരിച്ചുപോയ പള്ളികൾ അല്ലെങ്കിൽ ഭൂരിപക്ഷപ്രകാരം ഞങ്ങൾ മാറി നിന്നു എന്ന് പറയുന്ന പള്ളികൾ അല്ലെങ്കിൽ 100:1 എന്ന് പോലും അവകാശപ്പെടുന്ന പള്ളികൾ, അങ്ങനെയുള്ള പള്ളികളിലെ ആളുകൾക്ക് ഇടവകക്കാർക്ക് ആ പൊതുയോഗത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയില്ലേ? അത് അവരുടെ റൈറ്റ് അല്ലേ എന്നാണ് ചോദ്യം വരുന്നത്. അവർക്ക് തീരുമാനമെടുക്കാം.
പക്ഷേ മലങ്കര സഭയുടെ ഇൻട്രസ്റ്റിന് വിപരീതമായിട്ട് തീരുമാനമെടുക്കാൻ ഒക്കുകയില്ല. അവർ പറയുന്നത് ഞങ്ങൾ നേരത്തെ മറ്റൊരു വിഭാഗത്തിൻ്റെ കൂടെ ആയിരുന്നു. അവരാരും മറ്റൊരു വിഭാഗമല്ല, അവരെല്ലാവരും മലങ്കര സഭയുടെ അംഗങ്ങളാണ്. ഒറ്റ സഭയേ ഉള്ളൂ, മലങ്കര സഭയുടെ അംഗങ്ങളാണ്. അവർക്ക് വേറൊരു വിഭാഗമാകാൻ ഒക്കുകയില്ല. മലങ്കര സഭയിൽ വിഭാഗമില്ല, മലങ്കര സഭ ഒന്നാണ്. മലങ്കര സഭയുടെ ഇടവകളിലുള്ളതായ ഇടവക്കാരെല്ലാം ഒന്നാണ്. അത് 74 മുതലുള്ളതായ ചരിത്രത്തിൽ കുറേ മെത്രാന്മാർ സഭയുടെ അനുവാദമോ അംഗീകരണമോ ഇല്ലാതെ പട്ടമേറ്റ് വന്നവർ പല സ്വാധീനങ്ങൾ ഉപയോഗിച്ച് കുറേ ആളുകളെ വശത്താക്കി ഇടവകക്കാരെ അവരുടെ ഇംഗിതത്തിന് കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അനധികൃതമായി പട്ടമേറ്റവർ വന്ന് അങ്ങനെ ഇടവകക്കാരെ അവരുടെ ഇംഗിതത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു പോയാലും ഇടവകക്കാർ മലങ്കര സഭയുടേതാണ്. മറ്റവർ നിയമരഹിതമായി പ്രവർത്തിച്ചിരിക്കുന്നുകൊണ്ട് മലങ്കര സഭയിൽ നിന്ന് അവർ സ്വയം മാറ്റപ്പെട്ടവരാണ്. ഈ 1934 ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടുമ്പോൾ പാത്രിക്കീസിൻ്റെ ഒരു സ്പിരിച്വൽ സുപ്രീമസിയെ, ആത്മീയ അധികാരത്തെ അംഗീകരിക്കുന്നവർക്ക്, അതിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക്, അങ്ങനെയാണ് വിധിയിൽ പറയുന്നത്, അവരെ അടിച്ചമർത്താൻ ഈ ഭരണഘടന ഉപയോഗിക്കാൻ പാടില്ല. അതെന്താണ് കോടതി അങ്ങനെ ഒരു നിർവചനം കൊടുക്കുന്നത്? അത് അവരുടെ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വരുന്നത് കൊണ്ടല്ലേ? ഒരാളിന് പാത്രിയർക്കീസിനെ ആത്മീയ മേലധ്യക്ഷനായിട്ട് അംഗീകരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അതിന് വിപരീതമായി നിൽക്കുവാൻ തയ്യാറില്ല എന്ന്, അല്ലെങ്കിൽ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ആ പാത്രികേസിൻ്റെ അധികാരമോ അവകാശമോ ഒന്നും മലങ്കര സഭയിലെ ഭരണഘടനയ്ക്ക് വിപരീതമായിട്ടൊന്നുമില്ല. പാത്രികേസിന് മലങ്കര സഭയിൽ അധികാരമൊന്നുമില്ല. അധികാരമെന്ന് പറയുന്നത് യാതൊരു അതോറിറ്റിയില്ല. ഈസ് ഈക്വൽ ടു ദി കാതോലിക്കോസ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നുണ്ട്, ഈ 2017 വിധിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ദ ഹയസ്റ്റ് അതോറിറ്റി ഇൻ ദ മലങ്കര ചർച്ച് ഈസ് ദ കാതോലിക്കോസ്, മലങ്കര മെത്രാപ്പൊലീത്ത. കാതോലിക്ക എന്ന് പറയുന്ന ഹയസ്റ്റ് അതോറിറ്റിയാന്ന് പറഞ്ഞാൽ പിന്നെ അതോറിറ്റി ഉള്ള ആരും മലങ്കര സഭയിലില്ല. മലങ്കര സഭയുടെ ഏക നായകൻ എന്ന് പറയുന്നത് മലങ്കര മെത്രാപ്പൊലീത്തായും കാതോലിക്കായും ആയിരിക്കുന്നയാളാണ്. ഈ മലങ്കര മെത്രാപ്പൊലീത്തായും കാതോലിക്കായും ആയിരിക്കുന്നയാൾ പാത്രിക്കീസും കൂടിയാണ്, മലങ്കര സഭയുടെ പാത്രിക്കീസും കൂടാണ്. കാരണം ഇത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം, സെലൂക്കയിലെ കാതോലിക്കോസിനെ കാതോലിക്കോസ് പാറ്റിയാർക്ക് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ അതേ പാരമ്പര്യം ആണ് മലങ്കര സഭയിലും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സഭയുടെ വിശുദ്ധ കുർബാനക്രമത്തിൽ 1-ാം തുപതനിൽ പറയുന്നത് നമ്മുടെ പാത്രിയർക്കീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനും ആബൂന്മാർ ബസേലിയോസിനും എന്ന് പറയുന്നു. അപ്പോൾ രണ്ടുപേരും തുല്യ പദവിയുള്ള പാത്രിയർക്കീസന്മാരാണ്. കാതോലിക്കായും പാത്രിക്കീസാണ്, അന്ത്യോക്യ പാത്രികീസ് ഇതേ ഉള്ളൂ. അന്ത്യോക്യ പാത്രിക്കീസ് പാശ്ചാത്യ സഭയുടെ പാത്രിക്കീസാണെങ്കിൽ കാതോലിക്ക പൗരസ്ത്യ സഭയുടെ പാത്രിക്കീസാണ്. ഇതാണ് അതിനകത്തെ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് ഈ ഇവിടുത്തെ കാതോലിക്ക പാത്രിക്കീസ് ആണ് എന്നുള്ളതായ സത്യം നമ്മളാരും പറഞ്ഞതോ പഠിപ്പിച്ചോ അല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ 1995 വരെ ഈ ഇന്ന് പാത്രിക്കീസ് വിഭാഗം എന്ന് പറയുന്നവരും നമ്മളും എല്ലാവരും അന്ത്യോക്യയിൽ നിന്നുള്ളതായ മെത്രാന്മാർ സമ്മതിച്ച് എഴുതി തന്നിരിക്കുന്നതായ കുർബാനക്രമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ പാത്രിക്കീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനും ആബൂന്മാർ ബസേലിയോസിനും. അവരാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് അംഗീകരിച്ചിരിക്കുന്നത്. ഈയിടയിൽ 95-ന് ശേഷം അവർ ഇഗ്നാത്യോസ് പാത്രിക്കീസ് എന്നും ആബൂൻ ബസേലിയോസ് എന്നൊക്കെ പറഞ്ഞു. അത് 75-ന് ശേഷം അവർക്കുണ്ടായ കാതോലിക്ക ശ്രേഷ്ഠ കാതോലിക്കായും ഇപ്പോഴത്തെ കാതോലിക്കായും ശ്രേഷ്ഠ കാതോലിക്കായും എന്നുള്ള ഒരു സ്ഥാനമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അവരതിന് തുല്യമായിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അത് അന്നും ഇന്നും എന്നും രണ്ട് പാത്രിക്കീസുമാരെയും കാതോലിക്കാമാരെയും പറയുന്നുണ്ട്. ഈ അവിടെ ചൊല്ലുന്നതായ സമയത്തും നമ്മൾ ഒരാദരവെന്നുള്ള രീതിയിലും ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നു എന്നുള്ള രീതിയിലും അവിടെ
അന്ത്യോക്യ പാത്രിക്കീസിൻ്റെ പേര് ആദ്യം പറയുന്നു, അതിനുശേഷം ഇവിടുത്തെ കാതോലിക്കയുടെ പേര് പറയുന്നു. അതിൻ്റെ അർത്ഥമാണ് സമന്മാരും മുമ്പനെന്ന് പറയുന്ന കപ്പത്തൂർത്ത സുന്നഹദോസിൻ്റെ അടിസ്ഥാനം. ഇത് ഈ 2017 വിധിക്കകത്തും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാതോലിക്കായും പാത്രിക്കീസും ഉള്ള ബന്ധമെന്ന് പറഞ്ഞാൽ പാത്രിക്കീസും കാതോലിക്കായും കൂടെ ആദരവിൽ ബഹുമാനത്തിൽ സമന്മാരിൽ മുമ്പൻ പാത്രിക്കീസാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പാത്രിക്കീസിന് കാതോലിക്കായുടെ ഭരണസീമയിൽ പ്രവേശിക്കാൻ 95 വിധി മുതലേ പറഞ്ഞിട്ടുണ്ട്. കാതോലിക്കായുടെ അനുവാദമോ സമ്മതമോ കൂടാതെ പ്രവേശിക്കാനൊക്കെയില്ല. എനിക്കൊരാളിൻ്റെ സമ്മതമോ ആളിൻ്റെ അനുവാദമോ കൂടാതെ ഒരിടത്ത് പ്രവേശിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സ്ഥലത്ത് യാതൊരു അധികാരവും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് പാത്രിക്കീസിന് ഇവിടെ അധികാരമില്ല എന്ന് പറഞ്ഞത്. ആ അടിസ്ഥാനത്തിലാണ് 2017 കോടതി വിധിയിൽ 25 ക്ലോസിൽ പ്രത്യേകമായിട്ട് പറയുന്നത്, ദ ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ഇൻ ദ മലങ്കര ചർച്ച് ഈസ് ദ കാതോലിക്കോസ്. അതിനപ്പുറത്തായിട്ടൊരു അതോറിറ്റി ഇല്ല. പിന്നെ എങ്ങനെയാണ് അതോറിറ്റി ഇല്ലാത്തടത്ത് അധികാരം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതോറിറ്റി ഇല്ലായെങ്കിൽ അധികാരവുമില്ല. പിന്നെ അദ്ദേഹത്തിന് കാരണം ഇവിടുത്തെ കാതോലിക്ക പാത്രികീസും കൂടിയാണ്. പിന്നെ വേറൊരു അധികാര സീമ ഇവിടെ ഉണ്ടോ? ഇല്ല. അല്ല, ആ വാഴ്ച വരുമ്പോൾ, ഈ കാതോലിക്കായ വാഴിക്കുന്ന വാഴ്ച വരുമ്പോൾ പാത്രിക്കീസിൻ്റെ ഒരു സാന്നിധ്യം ക്ഷണിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു ക്ലോസ് വെച്ചിട്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. നേരെ തിരിച്ചു ആ ക്ലോസ് ഉണ്ടെങ്കിൽ പോലും അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു വരവ് അതൊരു ഒന്നൊന്നര വരവായി ചിത്രീകരിക്കപ്പെടുകയും നമ്മൾ അതിന് വിധേയപ്പെട്ട് നിൽക്കുകയും ചെയ്യണം എന്ന് തോന്നിപ്പിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ദ്യോതിപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട് തിരുമേനി. അതാണ് ആശങ്കയ്ക്കിട നൽകുന്നത്. അത് ശരിയാണ്. കാരണം 101 ക്ലോസ് പഠിച്ചതിന് ശേഷം വേണം 114 ക്ലോസിലേക്ക് പോകാൻ. ഭരണഘടനയിലെ 101ാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് മലങ്കര സഭയുടെ സഹകരണത്തോടുകൂടെ വാഴിക്കപ്പെടുന്ന പാത്രിക്കീസ് മലങ്കര സഭ അംഗീകരിക്കുന്നതാകും. അങ്ങനെ ഇല്ലാത്തൊരു പാത്രിക്കീസിനെ മലങ്കര സഭ അംഗീകരിക്കുന്നില്ല. രണ്ടാമത് അവിടെ പറയുന്നത് കാതോലിക്ക വാഴ്ചയിൽ മലങ്കര സഭയുടെ കാതോലിക്ക വാഴ്ചയിൽ കാതോലിക്കായെ വാഴിക്കുന്നത് ഇവിടുത്തെ സുന്നഹദോസാണ്. അത് ഇവിടുത്തെ സുന്നഹദോസ്. അത് അബ്ദുൽ മെസ്സിയ പാത്രിക്കീസ് ബാവയുടെ 2ാം കൽപ്പനയിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു കാതോലിക്ക ഇവിടെ കാലം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത കാതോലിക്കായെ തിരഞ്ഞെടുത്ത് വാഴിക്കാനുള്ള അവകാശം നിങ്ങളുടെ സുന്നഹദോസിൽ നിക്ഷിപ്തമാണ് എന്നുള്ളത് 1912 കാതോലിക്കേറ്റ് സ്ഥാപനത്തോടുകൂടെ ഇറക്കിയതായ കൽപ്പനയ്ക്കകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മലങ്കര സഭ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 1ാം കാതോലിക്ക മുതൽ ഇന്ന് വരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു പാത്രിക്കീസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സുന്നഹദോസ് വാഴിക്കുന്ന ആ സുന്നഹദോസിൻ്റെ വാഴ്ചയുടെ അതിൽ പ്രധാന മേലധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് അദ്ദേഹത്തെ ക്ഷണിക്കണം. മലങ്കര സഭ അംഗീകരിക്കുന്ന ഒരു കാതോലിക്ക ഉണ്ടെങ്കിൽ. കാരണം 1ാമത്തെ ക്ലോസിൽ അദ്ദേഹം ഓർത്തഡോക്സ് സുറിയാനി സഭാ പാരമ്പര്യത്തിൻ്റെ പ്രധാന മേലധ്യക്ഷനാണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ തത്വത്തിൽ നോക്കിയാൽ ഇപ്പോഴത്തെ പാത്രിക്കീസ് നമ്മളുടെ അംഗീകാരത്തോടുകൂടി വാഴിക്കപ്പെട്ട ഒരു പാത്രിക്കീസ് അല്ല. ഈ അംഗീകാരം എന്ന് പറയുന്നത് ഏത് അറ്റം വരെയാണ്? കാരണം ഈ മധ്യസ്ഥ ചർച്ച മുഖ്യമന്ത്രിയെ നടന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിൽ അവിടുത്തെ ചീഫ് സെക്രട്ടറിയോ ബന്ധപ്പെട്ട അധികാരികളോ കൊടുത്ത അതിനകത്ത് എഴുതിയിരിക്കുന്നത് 2 കൂട്ടരുടെയും മേലധ്യക്ഷൻ ആയിരിക്കുന്ന എന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണ് വന്നിരിക്കുന്നത്. ഒരു സഭാ ഭരണഘടനയോ സഭയുടെ കോടതി വിധികളോ ഒന്നും വായിക്കാതെയും പഠിക്കാതെയും അറിയാതെയും ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെയൊക്കെ 2 സഭയുടെയും മേലധ്യക്ഷന്മാരെന്നോ അല്ലെങ്കിൽ സന്ത് സഭയുടെയും മേലധ്യക്ഷനാണെന്നോ പറയുന്നത് വ്യക്തമായിട്ട് നിയമപരമായിട്ട് അത് പഠിക്കാതെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വ്യക്തമായിട്ട് ഉള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് ഉള്ളതായി സുപ്രീം കോടതി വിധി വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, സ്പിരിച്വൽ എന്ന് പറയുന്നതായ അർത്ഥത്തിലും ഒരു മേലധികാരം എന്ന് പറയുന്നതില്ല, ഒരു മേൽക്കോയ്മയുമില്ല, ഒരു ആദരവ് മാത്രം, സമന്മാരിൽ മുമ്പനെന്നുള്ള ആദരവ് മാത്രം കൊടുക്കുന്നു.
ഇവിടുത്തെ ഒരു കാര്യവും ആത്മീയമോ ലൗകികമായ യാതൊരു കാര്യവും നിർവഹിക്കുവാൻ പാത്രികീസിന് യാതൊരു അധികാരവുമില്ല. അതേ സമയത്ത് അതിൻ്റെ പൂർണ്ണ അധികാരി ഇവിടുത്തെ കാതോലിക്കയാണ്. ആ കാതോലിക്ക നിർവഹിക്കും. ആ കാതോലിക്കയുടെ സഹകരണത്തോട് വാഴിക്കപ്പെട്ട ഒരു പാത്രികീസ് ഉണ്ടെങ്കിൽ അത് രണ്ട് സഭയും ഓർത്തഡോക്സ് സുറിയാനി സഭ പാരമ്പര്യം പാലിക്കുന്നത് കൊണ്ട് നമ്മുടെ ഒരു ബഹുമതി, ഒരു ആദരവ് കാണിക്കുന്നതാണ് അദ്ദേഹത്തെ നമ്മൾ ക്ഷണിക്കുന്നത്. അതാണ് പിതാക്കന്മാർ നമ്മുടെ സുന്നോദോസിൻ്റെ 114 118 ക്ലോസുകളിൽ എഴുതിയിരിക്കുന്നു. അല്ലെ, അംഗീകാരം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അംഗീകരിക്കുന്ന ഒരു പാത്രികീസ് എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? അതിനൊരു അംഗീകരിക്കുന്ന പാത്രികീസ് പറഞ്ഞാൽ അന്ത്യോക്യയിൽ ഒരു പാത്രികീസ് കാലം ചെയ്താൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പാത്രികീസിൻ്റെ തിരഞ്ഞെടുപ്പിലും വാഴ്ചയിലും മലങ്കര സഭയുടെ കാതോലിക്ക ആയിരിക്കണം പ്രധാന മേലധ്യക്ഷനായി നിൽക്കേണ്ടത്. അല്ല, അത് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചാൽ അത് അവരംഗീകരിക്കണം എന്ന്. അത് കപ്പർത്തൂത്ത സുന്നോദോസിൽ നേരത്തെ രണ്ടു കൂട്ടരും കൂടെ സമ്മതിച്ചിട്ടുള്ള പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയും പാശ്ചാത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയും കൂടെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യം. അത് തന്നെ ഇവിടെ നമ്മൾ പറയുന്നു എന്നുള്ളത് അതിൻ്റെ തുടർച്ചയാണ്. അതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ അത് അംഗീകരിക്കുന്നതായ ഒരു രീതിയിൽ വന്നാൽ നമുക്ക് യാതൊരു വിരോധവുമില്ല നമ്മുടെ അംഗീകരണത്തോടുകൂടെ വരുന്നതായ സമയത്ത്. പക്ഷേ 1934 ഭരണഘടനയിൽ ഇത്രയും കൃത്യമായി പറയുകയും ഭരണഘടനയുടെ സാധുത അല്ലെങ്കിൽ അതിൻ്റെ വാലിഡിറ്റിയെ വളരെ കൃത്യമായി, എനിക്ക് തോന്നുന്നു 95-ലും 58-ലും 95-ലും 2017 വിധിയിലും കൃത്യമായി പറയുകയും തുടർന്ന് ഇങ്ങോട്ട് പറയുകയും ചെയ്തിട്ടും 2021 ഫെബ്രുവരിയിൽ മേപ്രാൽ പള്ളിയുടെ കേസിൽ അവിടുത്തെ ട്രസ്റ്റി കൊടുത്ത കേസിനകത്ത് പ്രധാന ആരോപണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇത് ഈ ഭരണഘടന വാലിഡല്ല എന്നുള്ളതാണ്. എന്താണ് ഇങ്ങനെ ഇത്രയും വിധികൾ വന്നിട്ടും ഇങ്ങനൊരു കേസ് വരാൻ അല്ലെങ്കിൽ ഇങ്ങനെ പരാതി പറയാനുള്ള കാരണം? ഇതൊക്കെ 2017 കേസിൻ്റെ വിചാരണ അല്ലെങ്കിൽ അതിൻ്റെ വാദങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ പാത്രികീസ് വിഭാഗത്തിൽ നിന്ന് ഉള്ളതായ വക്കീലന്മാരെല്ലാവരും ആരോപിച്ചതായ ആരോപണങ്ങളും അവർ വാദിച്ചതായ കാര്യങ്ങളുമാണ് ഇതെല്ലാം. ഈ വാദങ്ങളെല്ലാം തന്നെ മുഴുവനും സുപ്രീം കോടതി ജഡ്ജിമാരെ തള്ളിക്കളഞ്ഞതാണ്. ഈ തള്ളിക്കളഞ്ഞ വാദങ്ങൾ വീണ്ടും വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭരണഘടനയോ അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിയോ വായിച്ചിട്ടില്ലാത്തവരാണ്. ഇതിൻ്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ആ മനസ്സിലാക്കാതെ ഇത് അവിടെ അന്ന് വാദിച്ചതായ കാര്യങ്ങളൊക്കെ പത്രത്തിലോ മറ്റുള്ള വഴിയോ അവർക്ക് കിട്ടിയിരിക്കുന്നത് അവർ വീണ്ടും ആ വാദിച്ചത് പിന്നെയും വാദിക്കും. അതുകൊണ്ടാണല്ലോ പിന്നീട് രജിസ്റ്റർ ചെയ്യണമെന്നും പറഞ്ഞു പോയപ്പോൾ കോടതി പറഞ്ഞല്ലോ അതിൻ്റെ ആവശ്യമില്ല എന്ന്. കോടതി തന്നെ ഇവിടെ പറഞ്ഞല്ലോ, പല വിധികൾ വന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഭരണഘടനയുടെ സാധുത അല്ലെങ്കിൽ ഭരണഘടനയുടെ ആവശ്യകത ഇതെല്ലാം കോടതികൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതായ സമയത്ത് ആർക്കാണ് അവകാശം എന്നുള്ളതും ഏത് ഭരണഘടനയാണ് ഭരിക്കപ്പെടണം ഓരോ പള്ളിയും എന്നുള്ളത് എല്ലാ പള്ളികളുടെയും വിധികളിനകത്ത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെയും അതല്ല എന്ന് പറയുന്നത് വേറെ ചില ഉദ്ദേശങ്ങളോ അല്ലെങ്കിൽ താല്പര്യങ്ങളോ അവരവരുടേതായിരിക്കുന്ന താല്പര്യങ്ങൾ നിലനിർത്താനോ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കാനുള്ള ഒരു ആഗ്രഹമാണ്. കാരണം ഈ കേസ് നടത്തിപ്പിനുള്ളതായി അപ്പീല് സുപ്രീം കോടതി കൊണ്ടുപോയി കൊടുത്തത്, അത് ഹൈക്കോടതി കൊടുത്തത്, സുപ്രീം കോടതി കൊടുത്തത് എല്ലാം പാത്രികീസ് വിഭാഗമാണ്. പാത്രികീസ് വിഭാഗം അവിടെ കൊടുക്കുമ്പോൾ ഈ ജഡ്ജിമാർ പറയുന്നത് ഞങ്ങൾ അംഗീകരിച്ചോളാമെന്ന് സമ്മതിച്ചുകൊണ്ടല്ല ഇത് കൊടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ പിന്നെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് എങ്ങനെ? ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പരാതി സമർപ്പിക്കുന്നു, നിങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ സമ്മതിക്കാം. അവർ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സമ്മതിക്കില്ല, കാരണം ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല നിങ്ങൾ തീരുമാനിച്ചു. അത് ബാലിശമായിരിക്കുന്നതോ ചൈൽഡിഷ് ആയിരിക്കുന്നത് ഒരു ആർഗ്യുമെൻ്റാണ്. അത് സംസ്കാരമുള്ള ജനതയ്ക്ക് പറ്റുന്നതല്ല. ഈ നമ്മുടെ ഈ കേസിൻ്റെ വഴി ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ 2017 ജൂലൈ 3 വിധി മുമ്പും അതിന് തൊട്ടു ശേഷവും നമ്മൾ കേട്ട പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, അതിനെ തുടർന്ന് വരുന്ന ആരോപണങ്ങൾ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
എൻലിസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആദ്യം ഈ ഭരണഘടനയെ ചൊല്ലിയുള്ള പ്രശ്നമായിരുന്നു. ഭരണഘടനയുടെ വാലിഡിറ്റി ആയിരുന്നു ഏറ്റവും വലിയ വിഷയമായി ചൂണ്ടിക്കാണിക്കൊണ്ട് വന്നത്. പിന്നീട് വന്നത് പാത്രികീസിനുള്ള വിധേയത്വവും വിശ്വാസവും എന്ന ഒരു സംഭവമാണ് അവർ ചൂണ്ടിക്കാണിക്കൊണ്ട് വന്നത്. അങ്ങനെ ചൂണ്ടിക്കാണിച്ച് വന്ന് പല കാര്യങ്ങളിലേക്ക് അത് പോകുന്നുണ്ട്. പക്ഷെ അത് വിശ്വാസത്തിൻ്റെ കാര്യം വന്ന് അതിൽ പരാജയപ്പെട്ടു പോകുന്ന നിമിഷത്തിലാണ് സെമിത്തേരി എന്ന വികാരത്തെ ചൂഷണം ചെയ്യുകയും അതിലേക്ക് കയറി പിടിക്കുകയും അതിൻ്റെ പേരിൽ ഒത്തിരി നാടകങ്ങൾ ഇവിടെ നടക്കുകയും ചെയ്തു. ആ നാടകാന്ത്യത്തിൽ സംഭവിക്കുന്നത് ഒരു ഓർഡിനൻസ് ഉണ്ടാവുകയാണ്. പക്ഷെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കോടതി വിധിയുടെ 17ാമത്തെ പോയിന്റിൽ പറയുന്നത് പള്ളി സെമിത്തേരി ആരും പിടിച്ചെടുക്കണ്ട, പക്ഷേ അവകാശങ്ങൾ അനുഭവിക്കുന്നതിനെ നിഷേധിക്കാവുന്നതല്ല. അതേസമയം തന്നെ സെമിത്തേരി ബില്ല് അവതരിപ്പിക്കുമ്പോൾ, നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ബഹുമാനായ നിയമമന്ത്രി പറയുന്നത് ഈ അടക്കം എങ്ങനെ നടത്തണമെന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഈ അടക്കം എങ്ങനെ നടത്തണമെന്ന് കോടതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഒന്ന്, ഒരു ബില്ലിലേക്ക് വരാൻ തക്കവണ്ണം ഇടയാകുന്ന എന്തെങ്കിലും കാരണം ഈ വിധിക്കകത്തുണ്ടോ? കാരണം പിടിച്ചെടുക്കേണ്ട, പക്ഷെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പറ്റുകയില്ല. ഒരു സഭയിലെ ശവസംസ്കാരം എന്ന് പറയുന്നത് ഒരു ആത്മീയമായിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ കർമ്മമാണ്, വികാരപരമല്ല. അല്ല, ആത്മീയമായ കാര്യം നടത്താനുള്ളതായ കാര്യങ്ങൾ എങ്ങനെ നടത്തണം എന്നുള്ള പ്രൊസീജിയർ പറയുക എന്നുള്ളത് കോടതിയുടെ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ കോടതി പറഞ്ഞിട്ടില്ല മാമോദീസ മുക്കുന്നത് എങ്ങനെയാണെന്ന്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് മാമോദീസ മുക്കുന്നത്, എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ മാമോദീസ മുക്കാമെന്ന് ഒരു ഇടവകയിൽ വന്ന ഒരാളിന് പറയാൻ ഒക്കെയില്ല. കോടതി പറഞ്ഞിട്ടില്ല കല്യാണം നടത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ കല്യാണം ഇങ്ങനെയാണ് നടത്തുന്നതെന്നും അല്ലെ വികാരി ഇങ്ങനെ നടത്തിയാൽ മതിയെന്ന് പറയാനോ ഇല്ല. അത് വിശ്വാസപരമായ കാര്യങ്ങളാണ്. ആ വിശ്വാസപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് നടത്തുന്നതെന്ന് സഭയ്ക്കൊരു നിയന്ത്രണമുണ്ട്. സഭയുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സഭയിൽ നിലനിൽക്കുന്ന ആചാരത്തിൻ്റെ ഒരു മര്യാദയുണ്ട്. ആ മര്യാദ അനുസരിച്ച് ഒരു ഇടവക പട്ടക്കാരൻ്റെ ഇടവക വികാരി അവിടെയുള്ള ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആത്മീയമായ കാര്യങ്ങൾ കൂദാശകളോ മറ്റുള്ളതോ നടത്തുന്നത് എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കാൻ യാതൊരു ചോദ്യവും കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ആ കോടതിയിൽ മുമ്പിൽ ഉണ്ടാകാത്ത ചോദ്യം കോടതി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് പ്രസക്തവുമല്ല. കാരണം ഇവിടെ അത് ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് ഇടവക വികാരിയുണ്ട്, അത് നടന്നു വരുന്നു, അതനുസരിച്ച് അവിടെ നടക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങൾ കോടതി പറയേണ്ട ആവശ്യമില്ല. കോടതി തന്നെയല്ല, അങ്ങനെ ഒരു വിവാദം ഉണ്ടായി കോടതിയിൽ അത് ഇങ്ങനെയാകണം, കോടതി അതിന് നിർദ്ദേശം നൽകണമെന്നും പറഞ്ഞൊരു അപേക്ഷയും കൂടെ വന്നിട്ടില്ല. അങ്ങനെ പ്രയറില്ലാത്ത ഒരു കാര്യം കോടതി വിധിക്കാനൊക്കെയല്ലോ, അത് നടന്നിട്ടില്ല. പിന്നെ ശവസംസ്കാരം എന്ന് പറയുന്നത് ഒരു ആത്മീയമായ കാര്യമാണ്. അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നത് കോടതി വികാരിയാണത് നിർവഹിക്കുന്നത്. വികാരിയാണ് നിർവഹിക്കുന്നതെന്നുള്ളത് ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന മുഴുവനായിട്ടും അതിൻ്റെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുന്നതെല്ലാം ഉണ്ട്. അതിനകത്ത് പറയാത്തതായ എത്രയോ കാര്യങ്ങളുണ്ട്. അതെല്ലാം കാനോനകൾ അനുസരിച്ച് വികാരി നിർവഹിക്കുന്നതാണ്. ഇപ്പോൾ തൈലാഭിഷേകത്തിൻ്റെയോ കൂദാശയുടെയോ മറ്റ് കാര്യങ്ങളോ പള്ളിപ്പെരുന്നാളുകളോ ഇത് വല്ലതും ഭരണഘടന പറയുന്നുണ്ടോ? ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് അതിന് ഫിസിക്കലായുള്ള ഭരണഘടനകളും അതുപോലെ ആത്മീയമായ കാര്യങ്ങളുടെ പൊതുവായ തത്വങ്ങളും മാത്രം പറയുന്നതാണ് ഭരണഘടന. അതിനകത്ത് കൂദാശകൾ നിർവഹിക്കുന്നതോ പ്രാർത്ഥന കിഴക്കോട്ട് തിരിഞ്ഞ് വേണോ ഇതൊന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല. അതൊന്നുമല്ല ഭരണഘടനയുടെ ലക്ഷ്യം. അപ്പോൾ അതൊന്നും ഇല്ല, അല്ലെങ്കിൽ അതൊന്നും കോടതി വിധിയിലില്ല എന്ന് പറയുന്നത് വെറും ബാലിശമാണ്. സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് അവർ അങ്ങനെ പറഞ്ഞുവെങ്കിലും എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യം കോടതി ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ ബില്ല് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്, അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്ത് ഓർത്തഡോക്സ് സഭ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ, മലങ്കര സഭ പോകുമ്പോൾ കോടതിയിൽ ഗവൺമെൻറ് പറയുന്നു ഞങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ 3 ആഴ്ചത്തെ സമയം വേണം എന്നാണ്. തിരുമേനിക്ക് ഈ ഇതിൽ ഒരു വൈരുദ്ധ്യം തോന്നുന്നില്ലേ? നിയമമുണ്ടാക്കിയവർ അതിനെക്കുറിച്ച് പറയാൻ വീണ്ടും 3 ആഴ്ച ആലോചിക്കണമെന്ന് പറയുന്നത് ഒരു വിരോധാഭാസമാണ്. അത് മനസ്സിലാവുന്നില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ
ഇത് മുഴുവനായിട്ടും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് ആണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് സംശയമുണ്ടെന്നാണ്. കാരണം അവർ ചിന്തിക്കാത്ത രീതിയിൽ ഇതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് നമ്മൾ കോടതിയിൽ പരാതിപ്പെട്ടപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. ഇത് വികാരി നിർവഹിക്കേണ്ട കാര്യങ്ങൾ വികാരിയെ അറിയിക്കണം. ബില്ലിനകത്ത് അല്ലെ സെമിത്തേരി ബില്ലുണ്ടാക്കിയതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വികാരി ഈ ശവമടക്കിൻ്റെ രജിസ്റ്റർ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. വികാരി എന്ന് പറയുന്നുണ്ട്. 2 രജിസ്റ്റർ ഇല്ല, ഒരു രജിസ്റ്റർ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. വികാരി ഇതിൻ്റെ രജിസ്റ്റർ സൂക്ഷിക്കണമെന്ന് ഈ സെമിത്തേരി ഓർഡിനൻസാണ് പറഞ്ഞത്. അപ്പോൾ വികാരി എന്ന് പറഞ്ഞാൽ പള്ളിയുടെ വികാരി, അല്ലാണ്ട് വേറെ വികാരിയില്ല. അപ്പോൾ അത് കോടതിയിലും ഇല്ല, പിന്നെ ഓർഡിനൻസിനകത്തുമില്ല, അതുപോലെ തന്നെ കോടതി വിധിയിലുമില്ല. വികാരി പള്ളിയുടെ വികാരി എന്നും ഒരു വികാരിയാണ്. ഇത് പള്ളി വികാരി എന്ന് പറയുന്നത് തരുന്നില്ല. ഒരു പള്ളിയിലും അവർ വികാരിയെ അറിയിക്കുന്നില്ല. ചില പള്ളികൾ വികാരിയെ അറിയിച്ചിട്ട് അവർ കൊണ്ട് അടക്കുക ചെയ്യുന്നത്, വികാരിയും ബന്ധപ്പെടുന്നില്ല. ഇനി രജിസ്റ്ററിനകത്താണെങ്കിൽ വികാരിക്ക് കൊണ്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ബില്ലിൻ്റെ പറയുന്നതായ കാര്യങ്ങൾ ലംഘിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ബില്ലിനെ ഇപ്പോൾ ചലഞ്ച് ചെയ്യുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ സെമിത്തേരി ബില്ലിനകത്ത് വളരെ വ്യക്തമായിട്ട്, കോടതി വിധിക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സെമിത്തേരിയിൽ അടക്കപ്പെടാനുള്ള അർഹത എന്ന് പറയുന്നത് മലങ്കര സഭയിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമാണ്. മലങ്കര സഭയിൽ വിശ്വാസമുള്ളവർക്ക് അടക്കപ്പെടാനുള്ള സാധ്യതയുള്ളപ്പോൾ 2002 ഭരണഘടനയുമായി വേറൊരു സഭയായി നിൽക്കുന്നവർക്ക് ഇവിടെ അടക്കപ്പെടാൻ അർഹതയില്ല. ഇവിടെ 1934 ഭരണഘടന അനുസരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇവിടെ മലങ്കര സഭയിൽ വിശ്വാസമുള്ളവരുള്ളൂ. അവർക്ക് മാത്രമേ ഇവിടെ അടക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈ പിന്നെ കോടതി വിധിക്കകത്ത് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇവർ പാത്രിക്കേസ് വിഭാഗം എന്ന് പറയുന്നത് 2002 ഭരണഘടന ഉണ്ടാക്കി 2002 യാക്കോബായ സുറിയാനി സഭ എന്ന് പറയുന്ന ഒരു സഭയുണ്ടാക്കി മലങ്കര സഭയിൽ നിന്ന് മാറിപ്പോയ ആളുകളാണ്. അങ്ങനെയുള്ള വേറൊരു സഭയിൽപ്പെട്ട ആളുകളെ അടക്കാനുള്ളതല്ല മലങ്കര സഭയുടെ 34 ഭരണഘടന അനുസരിച്ചുള്ള. അങ്ങനെയാണെങ്കിൽ ഇതൊരു പൊതുസെമിത്തേരിയാണ്. ഇത് പൊതുസെമിത്തേരിയല്ല, ആർക്കും അടക്കാൻ ഒക്കുകയില്ല. പൊതുസെമിത്തേരി അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ബില്ലനുസരിച്ചാണെങ്കിൽ വേറെ പലരെയും അടക്കാമല്ലോ. അങ്ങനെ അടക്കാൻ ഒക്കത്തില്ല. ഞങ്ങൾ പറയുന്നതായത് കാര്യമുള്ളൂ, വേറൊരു സഭയിൽപ്പെട്ടവരെ അടക്കാനുള്ളതായിരിക്കുന്ന പൊതുശ്മശാനമല്ല മലങ്കര സഭയുടെ സെമിത്തേരി. ഇത് മലങ്കര സഭയിൽ വിശ്വാസമുള്ള 34 ഭരണഘടന അനുസരിക്കുന്നവരെ അടക്കാൻ മാത്രമുള്ളതായ സ്ഥലമാണ്. അത് കോടതി വിധിയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറയുന്നതല്ല. കോടതി അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നു. ബില്ലിൻ്റെ കാര്യത്തിൽ പോലും എതിരായിട്ട് പ്രവർത്തിക്കുന്നു. ബില്ലിൽ പറഞ്ഞിരിക്കുന്ന വികാരി വിവരം അറിയിക്കണമെന്ന് പറഞ്ഞാൽ വികാരിയോട് ചോദിക്കുന്നില്ല, അറിയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ നമ്മൾ ആരും പിന്നെ അറിയാതെ തന്നെ 10, 20, 30, 50 പേര് കൊണ്ടുവന്ന് അടയ്ക്കപ്പെട്ട ഒരു പെട്ടി കൊണ്ടുപോകുന്നുണ്ട്. ഇതിനകത്ത് ആരാണ്, മനുഷ്യനാണോ മൃഗമാണോ അറിയാൻ പാടില്ല. ഓർത്തഡോക്സ് സഭയിൽപ്പെട്ടവരാണോ അല്ലയോ അറിയില്ല. എങ്ങനെ മരിച്ചവരാണ് അറിയില്ല. സഭയുടെ നിയന്ത്രണത്തിൽ പെട്ടവരാണോ അറിയില്ല. എവിടുത്തുകാരാണെന്ന് അറിയില്ല. കാരണം ഇവർ വേറൊരു സഭയിൽപ്പെട്ട ആളുകൾക്ക് അടക്കാനുള്ളതല്ല സഭയുടെ സെമിത്തേരി. 2002 ഭരണഘടനയുണ്ടാക്കി പുതിയൊരു സഭയായിട്ട് രൂപം കൊടുത്തവരെ അവർക്ക് സ്വന്തം സെമിറ്ററി ഉണ്ടാക്കി അടക്കുക എന്നുള്ളതല്ലാതെ, അല്ലെ പൊതുസംവിധാനം കണ്ടുപിടിക്കുക എന്നുള്ളതല്ലാതെ മലങ്കര സഭയുടെ സെമിത്തേരിയിൽ അവർക്ക് അടക്കപ്പെടാൻ യാതൊരു അർഹതയുമില്ല. പക്ഷെ ഇത് മലങ്കര സഭയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു നിയമമായി ചുരുക്കുകയും ആദ്യം പൊതുവിൽ എല്ലാവർക്കും എന്ന് പറയുകയും എതിർപ്പുകൾ വന്നപ്പോൾ അത് മലങ്കര സഭയ്ക്ക് വേണ്ടി ഇരു വിഭാഗങ്ങൾക്കും വേണ്ടി മാത്രമായി ചുരുക്കുകയും അവസാനം നമ്മൾ അല്ലെങ്കിൽ മലങ്കര സഭ അത് കണ്ടില്ല എന്ന മട്ടിൽ അതിനെ ഉൾക്കൊണ്ട് എന്ന രീതിയിൽ മുൻപോട്ട് പോയിട്ട് ഇപ്പോൾ അതിനെ ചലഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു സന്ദർഭം വരുമ്പോൾ എങ്ങനെയാണ് സഭ ഇതിനെ കാണുന്നത്? ഇത് മലങ്കര സഭയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണോ? മലങ്കര സഭയുടെ വിശ്വാസമുള്ളവരെ അടക്കപ്പെടുന്നതാണ് എന്ന് പറയുമ്പോൾ 34 ഭരണഘടന അനുസരിച്ചുള്ളവരെ അടക്കപ്പെടുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നിരിക്കുന്നു, വികാരി അതിൻ്റെ രജിസ്റ്റർ പാലിക്കണമെന്ന്. അതിൽ മലങ്കര സഭ സംതൃപ്തമാണ്. വികാരി അറിയണമെന്ന് പറഞ്ഞാൽ
അവർ വികാരിയെ അംഗീകരിക്കുന്നു. വികാരിയെ അംഗീകരിക്കുന്നുവെങ്കിൽ 34 ഭരണഘടന അനുസരിക്കുന്നു. 34 ഭരണഘടന അനുസരിക്കുന്ന ഒരു വികാരി രജിസ്റ്ററിൽ ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ വികാരിയെ ഇടവക്കാരെ അറിയിക്കണമല്ലോ. ഇടവക്കാരെ അറിയിക്കാതെ വികാരിക്ക് രജിസ്റ്റർ ചെയ്യാൻ ഒക്കില്ല. വികാരിയെ ഇടവക്കാരെ അറിയിക്കുന്ന വികാരിയെ അംഗീകരിക്കുന്നതുകൊണ്ടാണ്. ആ വികാരി അംഗീകരിക്കുമ്പോൾ അവർ 34 ഭരണഘടന അനുസരിച്ച് വരിക. അതുകൊണ്ട് മലങ്കര സഭ അതിനകത്ത് യാതൊരു വിരോധവും. ഇപ്പോൾ അത് ചലഞ്ച് ചെയ്യുന്നതിന് കാരണം ബില്ലിൽ പറയുന്ന അനുസരിച്ച് വികാരിയെ അംഗീകരിക്കാതെ ഇവർ കൊണ്ടടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. വികാരി പറയാതെ അവിടെ ഒരാളിനെ അടക്കാൻ ഒക്കത്തില്ല. അങ്ങനെ വികാരിയെ അനുസരിച്ച് നടക്കുമെന്നുള്ളതാണ് ബില്ലിനകത്ത് പറയുന്നത്. വികാരിയെ അറിയിക്കുമെന്ന്. വികാരിയെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ വികാരി അംഗീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വികാരി അംഗീകരിക്കുന്നെങ്കിൽ മലങ്കര സഭയ്ക്ക് സന്തോഷമാണ്. ആ വികാരിയെ അംഗീകരിക്കുന്നില്ലാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് ഈ ബില്ലിനെ ചോദ്യം ചെയ്യേണ്ടി വന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പ്രസ്താവിക്കുന്നത്, മറ്റ് സഭയുടെ നേതൃത്വങ്ങളിലിരിക്കുന്നവർ പരസ്യമായി എഴുത്തുകളിലൂടെ അറിയിക്കുന്നത്, അഭിപ്രായം പ്രകടിപ്പിക്കുന്ന, അവരുടെ മാസികകളുടെ പുറത്തേക്ക് വരുന്നത് മലങ്കര സഭ ഒരു 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 കരുണയുടെ അംശം കാണിക്കാതെ വിലപേശലിൻ്റെ അല്ലെങ്കിൽ ഒരു കഠിനമായ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രം കടന്നു പോവുകയാണ്. ഈ ശവസംസ്കാരം പോലെയുള്ള വളരെ പരിഭാവനതയോടെ കാണേണ്ട ചില നടപടികളെ നമ്മൾ എതിർക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. തിരുമേനി പറഞ്ഞ പോയിന്റുകളൊന്നും അവർ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുമില്ല. മലങ്കര സഭ ഒരു ശവസംസ്കാരവും ഇതുവരെ നിരോധിച്ചിട്ടില്ല. ഏത് ശവസംസ്കാരവും മലങ്കര സഭയുടെ അംഗങ്ങളാണോ സെമിത്തേരിയിൽ നടത്താൻ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ അംഗങ്ങളായിരിക്കുന്നവർ, അതാണ് സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ആ സുപ്രീം കോടതി വിധിയെ മറികടന്നുകൊണ്ട് ഒരാളിനെ അടക്കാൻ കൊണ്ടുവരുമ്പോൾ സാധ്യമല്ല എന്ന് മലങ്കര സഭ എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും പറയുന്നു. അതിനെ അംഗീകരിക്കുന്ന അവർ വികാരി അംഗീകരിച്ചു കൊണ്ടുവന്ന് അടക്കുന്നു. വികാരി അവിടെ ചെല്ലണ്ട, അവർ വെറുതെ അടക്കി വെച്ച് പൊക്കോളാമെന്ന് പറയുന്നു, സമ്മതിച്ചു. പക്ഷേ അവർ വികാരിയെ അനുസരിക്കുന്നു. വികാരിയുടെ അടുത്ത് അവർ രജിസ്റ്റർ കൊടുക്കുന്നു. വികാരിയുടെ അടുത്ത് മരിച്ചവരാരാണ്, അവരുടെ വിവരങ്ങൾ എന്താണ് എന്നുള്ളതും മരണകാരണവും വിവരങ്ങളെല്ലാം കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ വികാരിക്ക് അത് ബോധ്യമായി. അപ്പോൾ വികാരി അവർ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ 34 ഭരണഘടന അവരനുസരിച്ചു. 34 ഭരണഘടന അനുസരിക്കുന്നവരെ അടക്കിക്കോ, ഒരു വിരോധമില്ല. നമ്മൾ വേണ്ട എന്ന് പറയണ വേണ്ട. ആ 34 ഭരണഘടന അനുസരിക്കുന്നവരെ അടക്കാനുള്ളതാണല്ലോ ഈ പിന്നെ സെമിത്തേരി. അത് അടക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. അതുകൊണ്ട് ഇതുവരെയും മലങ്കര സഭ സുപ്രീം കോടതി വിധി അനുസരിച്ച് നടത്തുന്നതായ സമയത്ത് ഒരു ശവസംസ്കാരം പോലും മലങ്കര സഭയുടെ അംഗങ്ങളാണ് അവരുടെ നടത്തരുതെന്ന് പറഞ്ഞിട്ടില്ല. 34 ഭരണഘടന അനുസരിച്ച് മാത്രമേ നടത്താവൂ എന്നുള്ളത് പറയുന്നുണ്ട്. സെമിത്തേരിയും ആർക്കും അതിക്രമിച്ച് കടക്കാൻ പാടില്ല എന്നുള്ളത് സുപ്രീം കോടതി വിധിയാണ്. അവിടെയും ആർക്കും പാരലൽ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ അവകാശമില്ല. അങ്ങനെ അവകാശപ്പെട്ടു വരുന്നതായ സമയത്താണ് മലങ്കര സഭയുടെ ഒബ്ജക്റ്റ്. മലങ്കര സഭയ്ക്ക് ഈ സുപ്രീം കോടതി വിധിയും ഭരണഘടനയും അനുസരിക്കാതെ മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല. പക്ഷേ ഈ രീതിയിലേക്കൊരു ബില്ല് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന സംഭവ വികാസങ്ങൾ നാം കാണുകയാണ്. വടക്ക് നിന്ന് ഒരു യാത്ര തുടങ്ങുന്നു. കൊറോണയുടെ എല്ലാ പരിധികളെയും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡറുകളെ നിരസിച്ച തെരുവുകളിലൂടെ കടന്നുപോയി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ എത്തുന്നിടം വരെ ഒരു പരാതിയോ ഒരു നടപടിയോ സ്വീകരിക്കുന്നില്ല. അതേസമയം മലങ്കര സഭ ആവശ്യപ്പെട്ട ചില പദയാത്രകൾക്കും ചില യാത്രകൾക്കും അവകാശം നിഷേധിക്കുകയും ചെയ്തു കൊറോണയുടെ പേരിൽ. അവസാനം സെക്രട്ടേറിയറ്റ് പടിക്കൽ ഏതാണ്ട് 48 ദിവസം എന്ന് കൃത്യമായിട്ട് പറയാം, 48 ദിവസം ഒരു സമരം നടത്തുകയും ആ സമരം എന്തൊക്കെയോ കിട്ടാൻ വേണ്ടിയാണ് എന്ന് ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ എല്ലാം വ്യക്തമാകുന്നത് ഒരു പൊളിറ്റിക്കൽ മൂവ് ഇതിന് പുറകിലുണ്ട്. മലങ്കര സഭയുടെ അവകാശപ്പെട്ട വിധിയെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്. അങ്ങനെ ഇതിനെ കാണാനായിട്ട് പറ്റുമോ ഈ യാത്രകളും ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളും? ഒരു പൊളിറ്റിക്കൽ മൂവ് ആണ് എന്ന് ഞാൻ ധരിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു അജ്ഞാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ ഒരു സമ്മേളനം അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ ഒരു യാത്ര, അത്രയേ ഉള്ളൂ. അത് അവകാശ സംരക്ഷണ യാത്രയല്ല, അറിവില്ലായ്മയുടെ പ്രസിദ്ധീകരണ യാത്ര എന്നതിനെ വിളിക്കുന്നതിന് കുഴപ്പമില്ല. അതായിരിക്കും നല്ലത്. കാരണം മലങ്കര സഭയുടെ ഭരണഘടനയോ സുപ്രീം കോടതി വിധിയോ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചവർക്ക് അങ്ങനെ ഒരു യാത്ര നടത്താൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇത് ആണത്. മാത്രമല്ല
ഇവർ ഈ പറയുന്നതെല്ലാം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ മലങ്കര സഭ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൂവ് ആണെങ്കിൽ അതിന് സഹായമായിട്ട് ഭരണാധികാരികൾ പ്രവർത്തിക്കണമായിരുന്നു ഈ സമരത്തിനനുസരിച്ച്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൂവിൽ ഇതിനുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ പൊളിറ്റിക്കലായ യാതൊരു സപ്പോർട്ടും ഒരിടത്തു നിന്നും ഉണ്ടായിട്ടില്ല. പേടിച്ചിട്ടാണ്. കാരണം അല്ല, മലങ്കര സഭയുടെ ഭരണഘടനയും ഇതെല്ലാം അറിയാവുന്നുള്ളത് കൊണ്ടും കോടതി വിധി അറിയാവുന്നതുകൊണ്ടും മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി വിധിയെ മറികടന്നുകൊണ്ടൊരു നിയമമുണ്ടാക്കാൻ ബോധമുള്ള ഒരു മനുഷ്യനും സാധിക്കുകയില്ല എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബോധമില്ലാത്ത ഒരു കൂട്ടർ അവിടെ കൂടി കുറേ കാര്യങ്ങൾ കാണിച്ചു. അതിന് ബോധമുള്ള ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഇവിടുത്തെ മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന പൊളിറ്റിക്കൽ മൂവ് എന്താണെങ്കിലും അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മൂവായിരുന്നെങ്കിൽ ഒരിക്കലും അവർക്കങ്ങനെ പറയാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭരിക്കുന്ന കക്ഷി നിങ്ങളൊരു നിങ്ങളൊരു സമരമുണ്ടാക്കിക്കോ, ആ സമരത്തിൻ്റെ അവസാനം ഞങ്ങൾ സാങ്ഷൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതായ ധാരണയിലാണല്ലോ അച്ഛൻ ആ ചോദ്യം ചോദിച്ചത്. അങ്ങനെയുള്ളതായിരുന്നെങ്കിൽ ഇതിൻ്റെ അവസാനം സുപ്രീം കോടതി വിധിക്കെതിരെ നിയമം ഉണ്ടാക്കാൻ തലയ്ക്ക് മൂളയുള്ളവർക്കാർക്കും സാധിക്കുകയില്ല എന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ നിയമമന്ത്രിയും പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ മൂവുമല്ല ഇത്. ബോധ്യമില്ലാത്തവർ, അജ്ഞരായിരിക്കുന്നവർ കുറേ ഉണ്ടാക്കിയതായ ബോധമില്ലായ്മയുടെ യാത്ര എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. ആ യാത്ര അവർക്ക് പൊളിറ്റിക്കൽ മൂവ് ഇല്ല, അത് പരാജയപ്പെട്ടു പോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ ഗവൺമെൻറ് മാത്രമല്ല ഉദ്ദേശിച്ചത്, ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു പൊളിറ്റിക്കൽ മൂവ് ആണോ? ഇപ്പോൾ ഈ ഇലക്ഷൻ വരുന്ന ഈ ഏപ്രിലിൽ ഇലക്ഷൻ വരുമ്പോൾ ഇത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു മൂവ് ആണോ ഇത്? സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഏത് സമരം വന്നാലും ആ സമരത്തിന് എല്ലാ പൊതുവായിരിക്കുന്ന ആളുകൾ സമരം ചെയ്യുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ചെന്ന് രണ്ട് വാക്ക് പറഞ്ഞേച്ചു പോകുന്നത് സാധാരണയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വോട്ടാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ വിഭാഗത്തിൻ്റെ വോട്ട് ഞങ്ങൾക്കും പോകരുതെന്ന് വിചാരിച്ച് UDF അവിടെ ചെല്ലും, LDF അവിടെ ചെല്ലും, പിന്നെ BJPയും ചെല്ലും, എല്ലാ സംഘടനയും ചെല്ലും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മലങ്കര സഭയുടെ അല്ലെങ്കിൽ കേരളത്തിലുള്ളതായിരിക്കുന്ന ആളുകൾ എല്ലാം വിവിധങ്ങളായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പെടുന്നവരാണ്. അതുകൊണ്ട് ആരുടെയും വോട്ട് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ചെന്ന് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതാണ് എന്ന് ഇവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലായിട്ടില്ല. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു രാഷ്ട്രീയമായ നയമാണ്. സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഏത് സമരം ഉണ്ടായാലും അവിടെ പാർട്ടിയുടെ സമരമല്ലെങ്കിൽ, പാർട്ടിയുടെ സമരമല്ലാതെ പൊതുസമരങ്ങൾ ഉണ്ടാകുന്നിടത്ത് എല്ലാം ഏത് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുണ്ടാകുന്ന സമരങ്ങളാണ്. അത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും അവരുടെ ബന്ധപ്പെട്ടവരും വന്ന് അവിടെ രണ്ടു വാക്ക് പറഞ്ഞേച്ചു പോകും. അവരുടെ വോട്ടിൻ്റെ ലക്ഷ്യം എന്നുള്ളതല്ല, വേറെ അതിനകത്ത് യാതൊരു കാര്യവുമില്ല. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത്, പൊളിറ്റിക്കൽ പാർട്ടികൾ എല്ലാവരാലും കബളിക്കപ്പെടുകയായിരുന്നുള്ളതെന്ന് ഇന്നും അവർക്ക് മനസ്സിലായില്ലെന്നുള്ളതിൽ എനിക്ക് ഖേദമുണ്ട്. പക്ഷേ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിലെപ്പെട്ട ചില MLA-മാർ, പ്രത്യേകിച്ച് വടക്കോട്ടുള്ള MLA-മാർ പരസ്യമായിട്ട് ഒരു MLA പ്രസ്താവിക്കുന്നു, തൊട്ടടുത്ത ദിവസം മറ്റൊരു വിവാദത്തിൻ്റെ ഒരു നേതാവ് പറയുന്നു ഞങ്ങളാണ് ഈ സമരങ്ങൾക്കെല്ലാം പിന്തുണ ഇതുവരെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വിലപേശൽ രണ്ട് കൂട്ടരുടെ ഭാഗത്തുനിന്ന് വരുന്നു. അന്നേരം അതിൻ്റെ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നു അങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഈ കൗണ്ടറും ഞങ്ങളാണ് കൊടുത്തത്, ഞങ്ങളല്ല കൊടുത്തത്, ഞങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെയുള്ള ഈ അവകാശവാദങ്ങൾ ഇപ്പോൾ വരുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് വേണ്ടി നടുനിവർത്തി നിന്ന് ശബ്ദമുയർത്തി പറയാൻ ഒരാളെ പോലും കിട്ടുന്നില്ല. അതൊരു പൊളിറ്റിക്കൽ മാത്രം ഒരു രാഷ്ട്രീയപരമായ ഒരു ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള ഒരു കളിയല്ലേ എന്ന് സംശയിച്ചാൽ സാധാരണ വിശ്വാസിക്ക് അതിനകത്ത് കുറ്റം പറയാൻ പറ്റുമോ? അവരെ സംശയമൊന്നുമില്ല, ഇതിനെല്ലാം രാഷ്ട്രീയമാണ്. കാരണം ഒരു MLA, വടക്കുള്ള ഒരു MLA ഒരു യാക്കോബായ വിഭാഗത്തിൻ്റെ കൂടെയാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ
യാക്കോബായത്തിൻ്റെ വോട്ടുകൾ ആണ് എനിക്ക് കിട്ടുക, ഞാൻ അതിനെയാണ് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവ് തന്നെ വന്ന് പരസ്യമായിട്ട് പറഞ്ഞു, പാർട്ടിയുടെ നയങ്ങൾ പറയാനുള്ള അവകാശം MLAയ്ക്കോ ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിക്കോ ഇല്ല, അത് എനിക്കാണുള്ളത്, അവർ പറയുന്നതിന് വിലയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ പറയുന്നതിനകത്ത് എന്താ അർത്ഥം? അപ്പോഴെങ്കിലും മനസ്സിലാക്കാമല്ലോ ഇവർ ഈ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല, വെറും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഏത് പാർട്ടിയിലുള്ള മറ്റൊരു പാർട്ടിയിൽ ഇപ്പോൾ വേറൊരു പാർട്ടിയുടെ UDFൻ്റെ ഒരു മുൻ MLA വന്ന് പറഞ്ഞു, അവരും ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അതേ സമയത്ത് UDFൻ്റെ നേതാക്കന്മാരാരും അങ്ങനെ പറയത്തില്ല. നേതൃനിരയിൽ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ UDFൻ്റെ കൺവീനറോ അങ്ങനെ ഒരു കാര്യം പറയില്ല. അവരെ കൊണ്ട് പറയാൻ ഒക്കുകയില്ല, അവർ പറയത്തില്ല. നയപരമായ കാര്യങ്ങൾ അവർ പറയുമ്പോൾ അത് അവർ സൂക്ഷിച്ച് സംസാരിക്കുകയുള്ളൂ. അവരേതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി സംസാരിക്കുകയില്ല. ആരെങ്കിലുമൊക്കെ പ്രാദേശികമായ വോട്ടുകൾ കിട്ടുന്നതിന് പ്രാദേശികമായ MLAമാരോ അല്ലെങ്കിൽ പ്രാദേശികമായ ആളുകളോ പറഞ്ഞാൽ അതൊന്നും പാർട്ടിയുടെ ഒരു വക്താവായിട്ടോ പാർട്ടിയുടെ ഒരു നയമായിട്ടോ നമുക്കോ ആർക്കോ കേരളത്തിൽ ആർക്കും എടുക്കാൻ ഒക്കെയില്ല. മലങ്കര സഭയ്ക്ക് എന്തെങ്കിലും നയമോ ഇങ്ങനെ തീരുമാനങ്ങളോ ഉണ്ടോ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു രാഷ്ട്രീയപരമായ നിലപാടുകളോ ഉണ്ടോ? പരിശുദ്ധ കാതോലിക്ക ബാവ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം മലങ്കര സഭയിലെ മെത്രാച്ചന്മാരെല്ലാവരും കാതോലിക്ക ബാവ പറയുന്ന ഡിസിപ്ലിനിൽ പോകുന്നവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി എടുക്കുന്ന നിലപാടിനോട് സഹകരിച്ചു പോവുക അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് പോവുക എന്നുള്ളതാണ്. പരിശുദ്ധ ബാവ തിരുമേനി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, മലങ്കര സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായിട്ടില്ല, യാതൊരു അനാദരവുമില്ല, കൂടുതലായുള്ള അടുപ്പവുമില്ല, സമദൂരമായിരിക്കുന്ന ഒരു നിലപാടിലാണ് പോകുന്നത്. പിന്നെ മലങ്കര സഭയുടെ ആളുകളോട് ഏതു പാർട്ടിക്ക് ഏത് MLAയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് മലങ്കര സഭ പറയാറില്ല. മലങ്കര സഭയിൽപ്പെട്ട ആളുകൾ വിവിധ രാഷ്ട്രീയ നിലപാടുകളുള്ളവർ പല രാഷ്ട്രീയ പാർട്ടികളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പോകുമായിരിക്കും. അത് മലങ്കര സഭയുടെ അംഗങ്ങൾക്ക് ഉള്ള സ്വാതന്ത്ര്യമാണ്, ജനായത്തമാണ്. ആ ജനായത്തമായിട്ട് അവർ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. ആ ജനാധിപത്യത്തിന് വിരുദ്ധമായി ഒരാളിൻ്റെ ഇൻഡിവിജ്വലായിരിക്കുന്ന ഈ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശത്തെ ഞാൻ കയറി സ്വാധീനിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. ജനാധിപത്യത്തിന് വിരുദ്ധമായിരിക്കുന്ന നിലപാട് മലങ്കര സഭയ്ക്കില്ല. മലങ്കര സഭയിലെ എല്ലാ അംഗങ്ങളുടെയും സ്വാതന്ത്ര്യമുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതിൻ്റെ മേൽക്കാരി ഞങ്ങളുടെ സഭയിലെ എല്ലാവരും ഇതിന് വോട്ട് ചെയ്യുമെന്നോ അതിന് വോട്ട് ചെയ്യുമെന്നോ പറയാനുള്ളതായിരിക്കുന്ന ധാർമ്മികമായ അധപതനം മലങ്കര സഭയ്ക്കില്ല. മലങ്കര സഭ എപ്പോഴും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു. അവർ ആത്മീയമായ രീതിയിൽ സഭയോട് ചേർന്ന് നിൽക്കും. പക്ഷേ രാഷ്ട്രീയമായ നിലയിലും അവർക്കെടുക്കാനുള്ള തീരുമാനം അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരത് ചെയ്തുകൊള്ളും. ഉത്തരവാദിത്തപ്പെട്ട ബോധമുള്ള ആളുകളാണ് മലങ്കര സഭയുടെ മക്കളായിട്ടുള്ളത്. അവർക്കറിയാം ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം, ഏത് പാർട്ടിക്ക് സഹകരിക്കണമെന്നുള്ള അവർക്കറിയാം. അതവർ സമയത്തിൽ യുക്തമായ രീതിയിൽ ചെയ്യുമെന്നുള്ളത് മലങ്കര സഭയ്ക്കറിയാം. ഈ തിരുമേനി ഈ പറഞ്ഞു വരുമ്പോൾ എനിക്കുണ്ടാകാവുന്ന ഒരു സംശയം അല്ലെങ്കിൽ ഒരു വിശ്വാസിക്കുണ്ടാകാവുന്ന ഒരു സംശയം രണ്ട് രീതിയിലാണ്. ഒന്ന്, എനിക്ക് എൻ്റേതായ ഒരു രാഷ്ട്രീയ വീക്ഷണം ഉണ്ട് എന്ന് ചിന്തിക്കുന്നു. ഞാൻ എൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തിൽ പോകുന്നു. പക്ഷെ ഒരു സഭാവിശ്വാസി എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ സഭാവിശ്വാസി അല്ലാത്തൊരു സാധാരണക്കാരൻ എന്ന നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ നാടിനും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ വീടിനും ഞാനായിരിക്കുന്ന സമൂഹത്തിനും ഗുണം ചെയ്യുന്ന ഒരാൾ നേതൃത്വ രംഗത്തേക്ക് വരണം അല്ലെങ്കിൽ MLA തിരഞ്ഞെടുക്കപ്പെടണം എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക.
ഞാനൊരു വിശ്വാസിയായി നിൽക്കുന്നത് കൊണ്ട് എൻ്റെ വിശ്വാസത്തിനും ഞാൻ അംഗമായിരിക്കുന്ന ഒരു സഭയ്ക്കോ അല്ലെ പ്രസ്ഥാനത്തിനോ സംഘടനയ്ക്കോ അതിൻ്റെ വസ്തുവകകൾക്കോ അതിൻ്റെ എന്തെങ്കിലും നന്മകൾക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ തിരഞ്ഞെടുക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അങ്ങനെ ചിന്തിച്ചുകൂടെ? അങ്ങനെ ചിന്തിക്കണ്ടേ? അതുതന്നെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അതായത് മലങ്കര സഭയുടെ അംഗങ്ങൾക്ക് അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും അതുപോലെ തന്നെ അവർക്ക് സമൂഹത്തിന് നന്മ ചെയ്യുന്നവരെ കണ്ടുപിടിക്കാനും ആ നന്മ ചെയ്യുന്നവർ ആരാണെന്നുള്ളത് മനസ്സിലാക്കി വോട്ട് ചെയ്യാനും അത് വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൽ അവർക്ക് രൂഢമൂലമായി നിന്നുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും കൂടെ പരിഗണിച്ചുകൊണ്ട് യുക്തനായിരിക്കുന്ന ഒരാളിന് വോട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യമാണ്. ആ സ്വാതന്ത്ര്യം അവർ നിർവഹിക്കും. ഉത്തരവാദിത്വപ്പെട്ട മലങ്കര സഭാംഗങ്ങൾ അത് ഉത്തരവാദിത്വമായിട്ട് നിർവഹിക്കുമെന്നുള്ളതായി ബോധ്യം പരിശുദ്ധ കാതോലിക്ക ബാവായിക്കൊണ്ട് ആ ബാവായുടെ കൂടെ നിൽക്കുന്നതായ എല്ലാ സുന്നതദോസ് അംഗങ്ങൾക്കുമുണ്ട്. ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അടുത്ത സമയത്തൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വൈദികരുടെ ഒരു രാഷ്ട്രീയ നിലപാടുകളും സംസാരങ്ങളും ഒക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടും. തിരുമേനി പ്രത്യേകിച്ച് വൈദിക സംഘത്തിൻ്റെ ചുമതല കൂടി വഹിക്കുന്നത് കൊണ്ട് ഈ ചോദ്യം അങ്ങ് ചോദിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു വൈദികന് അദ്ദേഹത്തിൻ്റെതായ വിശ്വാസ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു വിശ്വാസം അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി ഈ ലോകത്തെ രാഷ്ട്രീയപരമായി ഒരു വിശ്വാസം അദ്ദേഹത്തിന് സ്വീകരിക്കാമായിരിക്കാം, പക്ഷേ മുഖ്യധാരയിലേക്ക് അദ്ദേഹം ഇറങ്ങാൻ പറ്റുമോ? അങ്ങനെ ഒരു വിഭാവനം ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, വൈദികര് ഒരിടവകയുടെ ആത്മീയ പിതാവാണ്. ആ ഇടവകയിലുള്ള എല്ലാ ജനങ്ങളുടെയും ആത്മീയ പിതാവെന്നുള്ള രീതിയിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും സുഖദുഃഖങ്ങളിലും പങ്കുചേരേണ്ട ആളാണ് വൈദികൻ. അതുകൊണ്ട് വൈദികന് ഏതെങ്കിലും പക്ഷപാതപരമായ നിലപാടെടുക്കുന്നത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വൈദികൻ്റെ ശുശ്രൂഷയും അത് ദോഷമായി ബാധിക്കുന്നതാണ്. അതുകൊണ്ട് വൈദികൻ രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതായ വീക്ഷണമനുസരിച്ച് വോട്ട് ചെയ്യാം, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അതേസമയത്ത് ഒരു പൊതുവിൻ്റെ നേതാവ് എന്നുള്ള രീതിയിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളേണ്ട ഒരാളെന്നുള്ള രീതിയിൽ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറയുകയോ ഏതെങ്കിലും പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് മലങ്കര സഭയുടെ വൈദികർക്ക് ഭൂഷണമല്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയ തീരുമാനങ്ങൾ നാം കൈക്കൊണ്ടുവരുമ്പോൾ പ്രധാനമന്ത്രി കയറി ഇടപെടുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് പ്രത്യേകമായി പ്രധാനമന്ത്രി കയറി ഇടപെടുന്നു, ഇത് തീർക്കാനായിട്ട് പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ തീർപ്പിൻ്റെ അവസാനം വരുമ്പോൾ ഇപ്പോൾ RSS വരെ ഈ കാര്യത്തിൽ ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. നമ്മളിങ്ങനെ ഒരു പല രീതിയിൽ ചർച്ചകൾക്ക് ഇങ്ങനെ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് രീതിയിലാണ് എനിക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ളത്. ഒന്ന്, സംഘടനകൾ ഇങ്ങനെ നിരന്തരമായി നമ്മളെ ചർച്ചകൾക്കോ അല്ലെങ്കിൽ ഇടപാടുകൾക്കോ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ പോകുന്നു, പോയില്ലെങ്കിൽ പ്രശ്നം, പോയാൽ പ്രശ്നം. മറ്റൊന്ന്, പരമോന്നത നീതിപീഠം പറഞ്ഞിരിക്കുന്ന ഒരു വിധി അപ്പുറത്ത് കിടക്കുന്നു, അതിനെ ഇവരാരും കാണാതെ പോകുന്നുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടികളോ ഏത് സമൂഹമോ രാഷ്ട്രീയ സംഘടനകളോ സാമുദായിക സംഘടനകളോ നമ്മളെ വിളിച്ചാൽ നമ്മൾ പോകണം. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് സുപ്രീം കോടതിയുടെ അടിസ്ഥാനത്തിലും ഭരണഘടന അടിസ്ഥാനത്തിലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയണം. അതുകൊണ്ട് ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് അവർ പറയുന്നത് സ്വീകരിക്കണമെന്നില്ല. അവർ പറയുന്നത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സഭയ്ക്ക് ഗുണകരമായിരിക്കുന്ന ഒരു നിലപാടിൽ അവർ പറയുന്നത് നമുക്ക് സ്വീകരിക്കാം. സഭയ്ക്ക് ഗുണകരമായ അല്ലാത്ത നിലപാടിലോ സഭയുടെ ഭരണഘടനയ്ക്ക് വിപരീതമായോ സഭയുടെ സുപ്രീം കോടതി വിധിക്ക് വിപരീതമായോ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിപരീതമായോ പറയുന്ന കാര്യങ്ങൾ ആർക്കും വിധേയപ്പെട്ട് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അതേസമയത്ത് ആര് വിളിച്ചാലും നമുക്ക് പോകാം, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. കാരണം ആരോടും നമുക്ക് പ്രത്യേകമായ വിധേയത്വവുമില്ല, ആരോടും നമുക്ക് പ്രത്യേകമായ വിരോധവുമില്ല. അതുകൊണ്ട് വിധേയത്വവുമില്ല, വിരോധവുമില്ല. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മളെ കാണാൻ വരുന്നു, സംസാരിക്കുന്നു. അവർ നമ്മൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് പോയില്ലേ പോലും അവർ നമ്മളിരിക്കുന്നിടത്ത് വന്ന് നമ്മളെ കാണും. ഇങ്ങനെ കാണാൻ വരുന്നവർ
ഈ സഭാ കേസിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ തിരുമേനിയോട്? അവർക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടോ? അത് അവരത് ഓപ്പൺ അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭരണ കേന്ദ്രങ്ങളിൽ സമാധാനം ഉണ്ടായിരിക്കണം, ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു താല്പര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെ അത് ചെയ്യാമോ ഇത് ചെയ്യാമോ എന്നൊക്കെ അവർ ചോദിക്കുന്നത് സാധാരണമാണ്. അതിനെ സംബന്ധിച്ചൊന്നുമില്ല. അതേസമയത്ത് ഭരിക്കുന്നതിനെതിരായി നിൽക്കുന്ന പ്രതിപക്ഷം വരുമ്പോൾ പറയും നിങ്ങൾ അങ്ങനെ പറയണം, നിങ്ങൾ ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം. അത് ഭരണകക്ഷിക്ക് തലവേദന എത്രമാത്രം ഉണ്ടാക്കി കൊടുക്കാവോ അതിനുള്ള ഉപാധികളാണ് പ്രതിപക്ഷം ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പക്ഷേ അത് രണ്ട് രീതിയിൽ വന്നിരുന്നാലും നമ്മുടേതായിരിക്കുന്ന ഒരു നിലപാടിൽ നിന്ന് മാറി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയില്ല. ആരും അവരുടേതായിരിക്കുന്ന താല്പര്യത്തിൽ വരികയോ സംസാരിക്കുകയോ കാണുകയോ ചെയ്തു കൊള്ളട്ടെ. പക്ഷേ നമ്മുടെ നിലപാടിൽ നിന്ന് നമുക്ക് വ്യത്യാസം വരുത്തേണ്ട ആവശ്യം നമുക്കില്ല. പ്രൊഫസർ സിറിയക് തോമസ് സാർ ഒരു അഭിപ്രായ പ്രകടനം നടത്തി വന്നപ്പോൾ ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് വന്ന കാര്യങ്ങളിൽ നിന്നാണ് ചോദിക്കാനുള്ളത്. മലങ്കര സഭ രണ്ടായി പിരിയണമെന്നുള്ളതാണോ പലരുടെയും ആഗ്രഹം? അതോ ഇതൊരു സഭയായി തന്നെ മുൻപോട്ട് പോകുന്നതാണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് രണ്ടായി നിൽക്കാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കാം. സഭയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇങ്ങനെ സഭയ്ക്കകത്തു നിന്ന് അല്ലെങ്കിൽ പുറത്തും അകത്തുമുള്ള ഏതെങ്കിലും ഓരോ പ്രയാസങ്ങൾ സഭ നേരിടുന്നുണ്ടോ ഇപ്പോഴും ഇതിൻ്റെ ഒരു മുൻപോട്ടുള്ള യാത്രയിൽ? മലങ്കര സഭയുടെ മക്കളാണ് 2002 ഭരണഘടനയും ഉണ്ടാക്കി വേറൊരു സഭയ്ക്ക് രൂപം കൊടുത്ത ആളുകൾ. അവരെ ഇന്നും മലങ്കര സഭ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. അവർക്ക് എന്ന് വേണമെങ്കിലും മലങ്കര സഭയോട് ചേരാം. 1934 ഭരണഘടനയും സുപ്രീം കോടതി വിധികളും ഏറ്റവും അവസാനമായിരിക്കുന്നതായ 2017 കോടതി വിധിയും അംഗീകരിക്കണമെന്ന് മാത്രം. അത് അംഗീകരിച്ചു കൊണ്ടുവരുമ്പോൾ ന്യായമായിട്ടും അവർ ഇടവ വികാരിയുടെ അടുത്ത് ആ കാര്യങ്ങൾ പറയാം. ഇടവ വികാരി അവരെ അംഗീകരിക്കാം. ഇടവ വികാരിയെ അംഗീകരിക്കുന്നതോടുകൂടി അവർ ഇടവ മെത്രാപ്പൊലീത്തായെ അംഗീകരിക്കുകയാണ്. ഇടവ മെത്രാപ്പൊലീത്ത അംഗീകരിക്കുന്നതോടുകൂടി അവർ മലങ്കര സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്ത അംഗീകരിക്കുകയാണ്. ആ രീതിയിൽ വന്ന് ചേരുന്നത് ആർക്ക് വേണമെങ്കിലും ചേരാം. അത് അവർക്ക് മാത്രമല്ല, ഒരു ഭാസ്കരനും മുഹമ്മദിനും ഒക്കെ വരാം. ആർക്ക് വേണമെങ്കിലും സഭയിൽ വന്ന് ചേരാം. ഭരണഘടന അംഗീകരിക്കണം, കോടതി വിധി അംഗീകരിക്കണം എന്നുള്ളത്. ഭരണഘടന അംഗീകരിച്ചാൽ മറ്റുള്ളവർക്കും വരാം. അതുപോലെ ഉള്ളൂ. ഇവർ മലങ്കര സഭയുടെ വിശ്വാസം ഉള്ളത് തന്നെയാണ്. അവർക്കും വിശ്വാസം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് വരുന്നതിന് കുറച്ചുകൂടി ഈസിയാണ്. വേറൊരാളാണെങ്കിൽ നമ്മൾ വിശ്വാസം പഠിപ്പിച്ചുകൊണ്ട് വരേണ്ടി വരുമെന്നുള്ളതേ ഉള്ളൂ. ഇവർക്കാവുമ്പോൾ ആ വിശ്വാസം ഒന്ന് തന്നെയാണെന്ന് നമുക്കറിയാം. ഭരണപരമായ കാര്യങ്ങളിൽ അവർ മാറി നിൽക്കുന്നത് നമുക്ക് ദുഃഖമാണ്. അവർ വന്ന് ചേരണമെന്ന് ഉള്ളത് തന്നെയാണ് നമുക്ക് പറയുന്നത്. അത് അംഗീകരിച്ചുകൊണ്ട് വരുമ്പോൾ സഭയ്ക്ക് സമാധാനം ഉണ്ടാകും. സഭയുടെ യുക്തമായിട്ടൊരു ചട്ടക്കൂടനുസരിച്ച്, ഒരു നിയമമനുസരിച്ച് മലങ്കര സഭ ഭരിക്കപ്പെടണമെന്നുള്ളതാണ്. ഇവിടെ മലങ്കര സഭയുടെ വിശ്വാസം, മലങ്കര സഭയുടെ പള്ളികളിൽ വീഴുന്നതായ പണം, അല്ലെങ്കിൽ മലങ്കര സഭയുടെ ഇടവകളിൽ സമാഹരിക്കുന്ന പണം മുഴുവൻ മലങ്കര സഭയുടെ, അത് മുഴുവനും യുക്തമായ രീതിയിൽ ഇടവകയ്ക്കും ഇടവാംഗങ്ങൾക്കും പ്രയോജനകരമായിരിക്കുന്ന രീതിയിൽ അത് ഒരു വ്യവസ്ഥാപിതമായ മാർഗത്തിൽ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് അത് ചെലവഴിക്കണം. അതിന് വരവും ചെലവും കണക്കുണ്ടാകണം. അത് ഓഡിറ്റ് ചെയ്തതായിരിക്കണം. ഗവൺമെൻറ് അംഗീകരിക്കുന്നതായിരിക്കണം. കാരണം മലങ്കര സഭയ്ക്ക് ടാക്സ് എക്സെപ്ഷൻ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കണക്കുകൾ മുഴുവൻ ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ആ രീതിയിൽ ചട്ടക്കൂടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ മലങ്കര സഭയിൽ വരിക. ആഗ്രഹിക്കാത്തവർക്ക് മലങ്കര വരണമെന്നില്ല. അവർക്ക് സ്വതന്ത്രമായി പോകണമെങ്കിൽ സ്വതന്ത്രമായി പോകാം. ആരെയും അതിനെ മലങ്കര സഭ വിരോധിക്കുന്നില്ല. വരുന്നത് മലങ്കര സഭയ്ക്ക് സന്തോഷം. വരുന്നില്ലെങ്കിൽ നിർബന്ധിച്ചാലും വരുന്നില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. വി ആർ ഹെൽപ്ലെസ്. ഒത്തിരി കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് നടക്കുകയുണ്ടായി. ഞാൻ തിരുമേനിയെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുമേനി പറയുമ്പോഴൊക്കെയും ആദ്യകാലങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നൊരു പേരാണ് പരാശൻ വക്കീലിൻ്റെ പേര്. അതിനുശേഷം പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പല പേരുകൾ ഇവരുടെ ഇടയിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതായത് വക്കീലന്മാരല്ലാതെ തന്നെ അല്ലാതെ ആളുകൾ. അതിൽ പിന്നെ ഒരു മക്കാബി എന്ന് പറയുന്ന ഒരു റംബാസിൻ്റെ നേതൃത്വത്തിൽ എങ്ങനെ ഒരു പ്രസ്ഥാനം പോലെ ഏതാണ്ട് രൂപപ്പെട്ടു വരുന്നു. അതിൽ നമുക്ക് ഭയങ്കര ആശങ്ക ഉണ്ടാകുന്നു. ഏതാണ്ട് ചർച്ച് പ്രോപ്പർട്ടി ബില്ല് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നു.
പിന്നീട് ഒരു നെടുമ്പാറ വക്കീലിൻ്റെ രൂപത്തിൽ കുറേ കേസുകൾ ഇങ്ങനെ തള്ളിപ്പോകുന്ന രീതിയിലേക്ക് വരുന്നു. പിന്നെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള ഒരു വലിയ സമരവും പ്രകടനങ്ങളും വലിയ രീതിയിലുള്ള കോലാഹലങ്ങളും, ഇതിൻ്റെ ഇടയ്ക്ക് പള്ളികൾ ഇടിച്ചു നിരത്തുന്നു, പള്ളിക്കകം ഇടിച്ചു നിരത്തുന്നു, കയ്യേറുന്നു, മർദ്ദനങ്ങളുണ്ടാകുന്നു, പല പുരോഹിതർക്കും ഈ വിശ്വാസികൾക്ക് മർദ്ദനങ്ങളുണ്ടാകുന്നു, രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഇവിടെയെല്ലാം ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ തിരുമേനി എങ്ങനെയാണ് ഇനിയുള്ള ഈ മുൻപോട്ടുള്ള മലങ്കര സഭയുടെ ഒരു പോക്കിനെ, അല്ലെങ്കിൽ ഈ വിധി എങ്ങനെ നടപ്പിലാകാൻ പറ്റും എന്ന് തിരുമേനി ചിന്തിക്കുന്നത്? വിധി നടപ്പിലാകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ രീതിയിലുള്ള ഒരു മലങ്കര സഭയുടെ പൗരോഹിത്യ പാരമ്പര്യം മാർത്തോമാ ശ്ലീഹായിൽ ആരംഭിക്കുന്നതാണ്. മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യ പാരമ്പര്യം അനുസരിക്കുന്നതാണ് മലങ്കര സഭയിലെ ക്രിസ്ത്യാനികൾ മുഴുവനും. അല്ലാതെ ഒരു ക്രിസ്ത്യാനി ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനിയും മലങ്കര സഭ മാർത്തോമാ ശ്ലീഹായുടെ ആ പൗരോഹിത്യ പാരമ്പര്യത്തിൽ വന്നിട്ടുള്ളതാണ്. ഇവിടെ വേറെ പലരും പല നൂറ്റാണ്ടുകൾ വന്ന് അവരവരുടേതായിരിക്കുന്ന പൗരോഹിത്യ പാരമ്പര്യം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ അത് മലങ്കര സഭ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ മലങ്കര സഭ പോകുന്നത് മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യ പാരമ്പര്യത്തിലാണ്. ആ മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യ പാരമ്പര്യം അംഗീകരിച്ചുകൊണ്ട് മാർത്തോമാ ശ്ലീഹായുടെ ആ സഭയായിട്ട് നിൽക്കാൻ താല്പര്യമുള്ള ആർക്കും മലങ്കര സഭയിൽ ചേരാം. അങ്ങനെ ചേരണം. അങ്ങനെ എല്ലാവരും ആ തരത്തിൽ ഒരു ഐഡൻറ്റിറ്റി കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സ്വത്വ അവബോധം മലങ്കര സഭയുടെ മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യത്തിൽ ആരംഭിക്കുന്നതായ മലങ്കര സഭയുടെ സ്വത്വ അവബോധം എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടായി ഒരു യോജിപ്പിൽ വരണമെന്ന്, അത് ഓർത്തഡോക്സുകാർ മാത്രമല്ല, ഇവിടുത്തെ വിഭജിച്ച് നിൽക്കുന്നതായ റോമൻ കത്തോലിക്ക വിഭാഗങ്ങളും CSI മാർത്തോമ വിഭാഗങ്ങളും ഈ ഒരു ഐഡൻറ്റിറ്റി കോൺഷ്യസിൽ മലങ്കര സഭയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാർത്തോമാ ശ്ലീഹായുടെ മക്കളായിരിക്കുന്ന എല്ലാവരും ഒറ്റ കെട്ടിൽ ഒരു വിശ്വാസത്തിൽ വരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മലങ്കര സഭയുടെ മുൻപോട്ടുള്ള യാത്ര വളരെ ആശങ്കപ്പെടാൻ തക്കവണ്ണം നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ഇത് ആശങ്കകൾ നമുക്ക് ധാരാളം സമ്മാനിക്കുന്നതാണ്. എന്നാൽ നാം പ്രതീക്ഷയോടെ കാത്തിരിക്കണം, നാം വിശ്വാസപൂർവ്വം കാത്തിരിക്കണം, നാം ക്ഷമയോടെ കാത്തിരിക്കണം എന്നാണ് പിതാക്കന്മാർ നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിലെ ജർമ്മൻ ഫിലോസഫറായ ആർതർ ഷോഫൻഹൗവർ പറയുന്നത് എ ട്രൂത്ത് പാസസ് ത്രൂ 3 സ്റ്റേജസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ്, ഇറ്റ് ഈസ് റെഡിക്യൂൾഡ്. സെക്കൻഡ്, ഇറ്റ് ഈസ് വയലൻ്റ്ലി ഓപ്പോസ്ഡ്. തേർഡ്, ഇറ്റ് ഈസ് സെൽഫ് എവിഡൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇതാദ്യം പരിഹസിച്ച് തള്ളിയവരുണ്ട് ഈ സഭയെ. ഇതിനെ ശക്തിയുക്തം നഖശികാന്തം എതിർക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സഭ മുൻപോട്ട് പോകുമ്പോൾ ഈ കോടതി വിധികളും മലങ്കര സഭയുടെ ഭരണഘടനയും ഈ മാർത്തോമൻ പൈതൃകവും ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്ന ഈ സമൂഹം തള്ളിപ്പറഞ്ഞവർ, രാഷ്ട്രീയ പാർട്ടികൾ, അതിന് കൂട്ടുനിൽക്കുന്നവർ, ഈ നാട് മുഴുവൻ ഏറ്റുപറയുന്ന ഒരു കാലം വരും. നേരെ നിരങ്ങിയേ വരൂ എന്ന് പറയുന്ന പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ ബാവാ തിരുമനസിന്റെ വാക്കുകൾ അന്വർത്ഥമാകുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു പരിഹസിക്കുന്നവർ, ഇതിനെ നഖശികാന്തം എതിർക്കുന്നവർ അവസാനം ഈ സത്യം ഇതാണ് സത്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും. ഇതിന് ശക്തമായി നമുക്ക് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും നൽകിയ എന്താണ് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത്, എന്താണ് നമ്മുടെ സഹോദരങ്ങൾ തിരിച്ചറിയേണ്ടതെന്ന് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനി ഈ മലങ്കര സഭയുടെ ശക്തമായ ഒരു നേതൃത്വമാണ്. തിരുമേനിയുടെ വാക്കുകൾ കേൾക്കാത്തവർ കേൾക്കേണ്ടിയിരിക്കുന്നു, നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു. സത്യം വിജയിക്കുവാൻ വേണ്ടി സത്യത്തിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നവർ അഭിവന്യ തിരുമേനിയുടെ ഈ വാക്കുകൾക്ക് ചെവി ഓർക്കുക. തിരുമേനിയുടെ ഈ വിലപ്പെട്ട സമയം, ഈ സഭയോട് കാണിക്കുന്ന ഈ സ്നേഹം, ഈ സമൂഹത്തോടുള്ള കരുതൽ, സഹോദരങ്ങളോടുള്ള ഈ പങ്കുവെക്കൽ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. എല്ലാ രീതിയിലുമുള്ള സ്നേഹാദരവുകൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ അംഗത്തിന് വേണ്ടി തൃപ്പാദങ്ങളിൽ അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.